എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തന്റെ ദേഹമെന്ന തിരശീല ചിന്തവമോക്ഷമാർഗം തുറന്നു, തന്റെ ദേഹമെന്ന തിരശീല ചിന്തവമോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, താൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമേൻ അന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിഗരീതുല വലവശന്തര വലഭാരം ദർശാനഗരം തല വലവശന്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈദലാദല വലഭാരം ദർശാനഗരം തല വലവശന്തര വലഭാരം ദർശാനഗരം തല വലവശന്തര വലഭാരം ദേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈദലാദല വലഭാരം ദർശാനഗരം തല വലവശം. അന്യഭാഷകളിൽ തന്നെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിക്രം ബ്രദർ കണ്ടിന്യൂ ചെയ്തു. ശ്രീധാരം ദർശാനഗരം ദേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിക്രം ബ്രദർ കേൾക്കുന്നില്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിക്രം ബ്രദറെ കേൾക്കുന്നില്ല. താങ്ക് യു ജീസസ്. ഇപ്പൊ കേൾക്കാവോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോരി ബലമനം തിരി വിധിക്കണം തിരി ബലബല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വരയാഗമായോനേ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വരയാഗമായോനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ.
നന്മകൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Holy 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 is the Lord. Holy 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 is the Lord. Heaven and earth. Jesus Jesus Jesus. Glory, glory, glory to the Lamb, for you are glorious and worthy to be praised, the Lamb upon the throne, and unto him we lift our voice in praise, the Lamb upon the throne. Glory, glory, glory to the Lamb. Glory, glory, glory to the Lamb, for you are glorious and worthy to be praised, the Lamb upon the throne, and unto him we lift our voice in praise, the Lamb upon the throne. യേശുവേ നന്ദി നന്ദി നന്ദി. Thank you, Jesus. യേശുവല്ലാതെനിക്കുആശ്രയം ഭൂവിൽ, നിൻ മാർവിലല്ലാതെനിക്കു വിശ്രാമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യനൻ പ്രിയൻ, എന്റെ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്റെ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, എന്റെ ചാരവേ ഞാൻ കാണുന്നുണ്ടെൻ സ്നേഹസഖിയാ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, എന്റെ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്റെ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും, എന്റെ രക്ഷകാ എൻ ദൈവമേ, നീയല്ലാതില്ലാരും, എന്റെ യേശു മാത്രം മതിയെനിക്കേതു നേരത്തും. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോ
തീരാത്ത കൃപകളിതാ ഇന്നയോളം അൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം അൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം അൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എന്റെ ജീവൻ നിന്റെ കൈകളിലകത്താവേ. എന്റെ ജീവനിൽ നീ ചെയ്തതോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് നമ്മളുടെ ഒപ്പം നിറഞ്ഞു നിൽക്കുമ്പോൾ, ഒന്നോ രണ്ടോ പേരുടെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഇന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്നും കർത്താവിന് നന്ദി പറഞ്ഞു. എൻ്റെ ജീവൻ നീയാ കർത്താവ്, എന്നെ നിലനിർത്തുന്നത് നീ, എൻ്റെ ആശ്രയം, എൻ്റെ കോട്ട, എൻ്റെ പരിച, എൻ്റെ സകലതും നീയാ കർത്താവ്. യേശുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഞാനല്ല, എനിക്ക് പകരമായി എൻ്റെ കർത്താവ് ജീവിക്കും. എനിക്ക് വേണ്ടി സകലതും കരുതിയവൻ, അന്ത്യത്തോളം നടത്താമെന്ന് പറഞ്ഞവൻ, എൻ്റെ ഉപനിധിയായി എൻ്റെ കൂടെയുള്ളതിനായി സ്തോത്രം. ഹൃദയത്തിൽ നിന്നും ഒരിക്കൽ കൂടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്നിടത്ത് തൊട്ടറിയാവുന്നത് പോലെ നമ്മളെ യേശുവിലേക്ക് ചേർത്ത് കൊണ്ടുപോകും. യേശുവിലേക്ക് നമ്മളെ കൈ പിടിച്ചു നടത്താൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് നമ്മുടെ കൈയെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവെ, എന്നെ യേശുവിലേക്ക് നടത്തണം. വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല. പലപ്പോഴും ഞാൻ പതറിപ്പോകുന്ന സമയമുണ്ട്. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്ന സമയമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന അനേകരും എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ആ കൃപാസനത്തിലേക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. കൈ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ, യേശുവിൽ നിന്ന് നീ എടുത്ത് എനിക്ക് വെളിപ്പെടുത്തുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് എന്നെ നടത്തണം. എൻ്റെ കൈ പിടിച്ച് ഇന്ന് എന്നെ നടത്തണം. എൻ്റെ കരം പിടിച്ച് യേശുവിലേക്ക് എന്നെ നടത്തണം. എനിക്ക് ആ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ നിരാശപ്പെടുമ്പോൾ, ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പോയി എന്നൊക്കെ തോന്നുമ്പോൾ, ഇന്ന് അങ്ങനെയുള്ള അനേകർ കേട്ടോണ്ടിരിക്കുന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയും, നിന്റെ കരം എൻ്റെ കയ്യിലേക്കൊന്ന് വെച്ചു, ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ നിന്നെ യേശുവിലേക്ക് നടത്താം. ഐ വിൽ ലീഡ് യു ടു ക്രൈസ്റ്റ്. ഐ വിൽ ഗിവ് യു ദാറ്റ് എക്സ്പീരിയൻസ്. ജസ്റ്റ് വാക്ക് വിത്ത് മീ. ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ കർത്താവ്, ഞാൻ പലപ്പോഴും എനിക്ക് പഴയതുപോലെ ഒന്നും തോന്നുന്നില്ല, ഞാൻ പതറിപ്പോകുന്നു, ഞാൻ താഴ്ന്നു പോകുന്ന പോലെ തോന്നുന്നു, എൻ്റെ റിലേഷനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരോട് ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, give your hand in my hands. I will lead you to Christ. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു കൂട്ടായ്മയിൽ കർത്താവുമായിട്ട് എനിക്ക് ആ ബന്ധത്തിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നവരോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്, എൻ്റെ കൈകളിലേക്ക് നിന്റെ കൈയുണ്ടോ? ഐ വിൽ ലീഡ് യു ടു ക്രൈസ്റ്റ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും കൂടി, ഈ രാജ്യത്ത് വന്നപ്പോൾ പല കാര്യങ്ങളിലും തിരക്കായിട്ട്, കർത്താവ് എനിക്ക് പലതും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് ആ ബന്ധത്തിനകത്തേക്കൊന്ന് ആ തീവ്രതയോടെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇന്റൻസിറ്റി എനിക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അധ്വാനിക്കേണ്ടതിന് വേണ്ടി,
നിന്റെ കൈ എൻ്റെ കയ്യിലേക്ക് എൻ്റെ കൂടെ നടന്നു. I will lead you to Christ. I will lead you to Christ. അല്പസമയം നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, കർത്താവ്, എനിക്ക് സാധിക്കാതെ പോയ സമയമുണ്ട്. പലപ്പോഴും ഞാൻ താഴ്ന്നു പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് അങ്ങനെ പറയുന്ന അനേകർ കേൾക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ തീക്കനൽ ഒരിക്കൽ കൂടെ ജ്വലിപ്പിക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ കെട്ടുപോയി എന്ന് നിങ്ങൾ കരുതിയ പലതും, ആ അഭിഷേകം, കർത്താവിനോടുള്ള സ്നേഹം, ഇതൊക്കെ വീണ്ടും ഒരിക്കൽ കൂടെ ആളിക്കത്തിക്കാൻ He is ready. He is ready. If you are ready, He will do it. How many of you are ready for it? That blazing fire. Once it was manifested in your ministry, in your words, in your deeds, everywhere it was manifested. But today you feel that there is something, I lack something in it. എനിക്കതിൽ കുറവ് വന്നെന്ന് പറയുന്നവരോട് എന്ന് പറയാം, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ നേരെ ഉണ്ട്. ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവ്, കെട്ടുപോയത് സകലത്തും എനിക്ക് 100 മടങ്ങായിട്ടൊന്ന് കത്തിക്കണം. ഞാൻ താഴ്ന്നു പോയി എന്ന് കരുതുന്നത് പകരം കർത്താവ് അതൊന്ന് കത്തിച്ചെടുക്കണം. എന്റെ അഭിഷേകം ജ്വലിച്ചു വരുന്നത്, എന്നിൽ ജീവൻ ജ്വലിക്കുന്നത് എനിക്ക് അറിയണം. ഇന്ന് ജീവനിൽ ആ സമൃദ്ധി, ജീവന്റെ സമൃദ്ധി എനിക്ക് കുറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, യേശു ഇന്ന് ജീവൻ നൽകുവാൻ, അത് സമൃദ്ധിയായി നൽകുവാൻ, ഞാൻ ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ, ഓ മടിക്കാതെ ഒന്ന് ചോദിച്ചു, കർത്താവ്, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവ്, ഗോ ഓൺ ടു ഹിം, give your hands to Holy Spirit and walk to him. He's ready to fill you today. Hallelujah. ഇതെന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകർക്ക് ഇന്ന് ഹൃദയത്തിൽ കത്തുന്ന അനുഭവത്തിൽ കൂടി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയാൻ, നിങ്ങളുടെ അഭിഷേകം കെട്ടുപോയിട്ടില്ല. നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ ഇന്ന് നിങ്ങൾ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശക്തമായി കർത്താവ് പല മേഖലകളിൽ ഉപയോഗിക്കും. ഓ റീ ബാബാ ഷഖബറബനബ. ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളുടെയും ടോയിലിംഗ് എവിടെ വെച്ച് നിന്നുപോകും. നിങ്ങൾ അധ്വാനിക്കുന്ന പല കാര്യങ്ങളും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ടൂളായിട്ട് നിങ്ങളെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന കർത്താവ് ഒരു കാര്യം പറയും, ഇന്ന് ഞാൻ ഇവന്റെ കൂടെ ഒരു പാർട്ണർഷിപ്പിൽ ചേർന്നിരിക്കുക, ഞാൻ ഇവളുടെ കൂടെ ഒരു പാർട്ണർഷിപ്പിൽ ചേർന്നിരിക്കുക, ഈ കുടുംബത്തിന്റെ കൂടെ ഞാനൊരു പാർട്ണർഷിപ്പില്ല. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി ഫോർ ദം ബിക്കോസ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ മീ, സോ ഐ ഹാവ് ടു ഡു സംതിങ് ഫോർ ദം. ഓ ഹല്ലേലൂയ. When he does something, it will be according to his riches. Oh, Reba Baba, you will do something according to your power, but he says that I will repay it according to my riches. Oh, Reba Baba, Shakara Baba. For that, he needs you. For that, he needs his anointing upon you. Just be with him for some time. And today, just ask him. Ask him for that fire. Ask him for that wind, which will rekindle that fire in you. Reba Baba, Shaba. എല്ലാവരും ഇന്ന് കർത്താവിൽ ഒന്ന് ആശ്രയിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവ്, എന്നെ നിനക്ക് വേണ്ടി ഞാൻ അവൈലബിൾ ആക്കുക, ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി വിട്ടുതരിക. കർത്താവ്, എങ്ങനെ എന്നെ ഉപയോഗിക്കണമോ, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ പലപ്പോഴും ഭാരം തോന്നിയിട്ട് ഞാൻ കർത്താവിൽ നിന്ന് വിട്ട് ഓടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങനെ തെരഞ്ഞെടുത്തതാ. എത്ര പേര് വീണ്ടും ഒരിക്കൽ കൂടി പറയും, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്ത് എന്നെ നിന്റെ പദ്ധതിയിൽ ആക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഇന്ന് ഞാൻ വിട്ടുതരുമ്പോൾ എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. എത്ര പേര് അവൈലബിൾ ആ കർത്താവിന് വേണ്ടി? ഒന്ന് അവൈലബിലിറ്റി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ്, ഐ എം അവൈലബിൾ ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് അവൈലബിൾ ആ. കർത്താവ്, എന്നെ എടുത്ത് ഉപയോഗിക്കണം. അപ്പൊ പല കാര്യങ്ങളിൽ ഞാൻ ചിന്തിച്ച് എന്റെ മനസ്സ് തളർന്നു ഇരിക്കുക. നമ്മൾ പല കാര്യങ്ങളിൽ നിന്ന് മനസ്സ് ചിന്തിച്ച് എങ്ങനെ ഞാൻ ആയിത്തീരും, എങ്ങനെയൊക്കെ എന്റെ കാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, ഇത് എനിക്ക് വിട്ടുതരിക, നിന്നെ എനിക്ക് തന്നിട്ട് നിന്റെ ഭാരം എനിക്ക് വിട്ടുതരിക, നിന്നെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തരിക, നിന്റെ ഭാരം എനിക്ക് തരിക. ഹല്ലേലൂയ. ഇന്ന് എന്നെ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കയ്യിലേക്ക് ഒന്ന് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഐ എം സറണ്ടറിങ് ടു യു. ഹല്ലേലൂയ. എന്റെ കൈ ഉയർത്തി ഞാൻ നിന്റെ കരങ്ങളിലേക്ക് എന്നെ എറിഞ്ഞു തരുന്നു എന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന്? ബാക്കി ഒന്നും പിടിച്ചു വെക്കാതെ കർത്താവിന്റെ കയ്യിലേക്ക് ഒന്ന് എറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, ഐ എം ത്രോയിങ് മൈസെൽഫ് ഇൻ ടു യുവർ ഹാൻഡ്സ്.
ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇരു കരവും നീട്ടി നമുക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. എന്റെ അടുക്കലേക്ക് വരിക, എന്റെ അടുക്കൽ ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിന്റെ വിടർന്ന 2 കൈ ഇന്ന് നമ്മൾക്ക് വേണ്ടി തുറന്നിരിക്കുമ്പോൾ ഓടി ആ സന്നിധിയിലേക്ക് ചെന്നോണ്ടെന്ന് പറഞ്ഞ്, അബ്ബാ, ഐ എം കമ്മിങ് ടു യു, ഐ ഡോണ്ട് നോ എനിത്തിങ് എൽസ്, ഐ ഡോണ്ട് നോ എനിത്തിങ്, ഐ ജസ്റ്റ് വാണ്ട് യു. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് ഒന്ന് എറിഞ്ഞു കൊടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചെന്നിട്ട് പറഞ്ഞ, കർത്താവ്, എനിക്ക് വേറെ ആരെന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്നെ പറ്റി മനുഷ്യർ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്റെ കുറവുകൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ നോ യു ലവ്സ് മീ. നിനക്ക് എന്നെ സ്നേഹമാണെന്ന് എനിക്കറിയാം. ഞാൻ ആ സ്നേഹത്തിനകത്തേക്ക് കയറി വരും. എനിക്ക് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് ടൈം അലോൺ ചെയ്യാൻ പലപ്പോഴും സമയം കിട്ടുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകരും തന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ജീവന കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയ അനേകരും തന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒരൊറ്റ നിമിഷം ഇന്ന് എനിക്ക് വേണ്ടി നിന്റെ കൈ ഒന്ന് നീട്ടി തന്നാൽ ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഐ എം അവൈലബിൾ എന്ന് ഹൃദയത്തിനകത്തൊന്ന് പറഞ്ഞ്, ഹോളി സ്പിരിറ്റ്, ഐ എം അവൈലബിൾ ഫോർ യു. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ അവൈലബിൾ ആണ്. കർത്താവെ, ഞാൻ ഒന്ന് ഏൽപ്പിച്ചു തരിക എന്ന് പറയുന്നെങ്കിൽ, ഓ റീഖാബ, അവൻ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതുമ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഒരു റിനോവേഷൻ, ഒരു റീകൺസ്ട്രക്ഷൻ, റീഇൻസ്റ്റലേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം തിരിച്ചൊന്ന് പിടിക്കുന്നത് പോലെ കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, ഞാൻ ആദ്യം വിശ്വാസത്തിൽ വന്നതിനേക്കാൾ തീവ്രമായിട്ട് നിന്നെ സ്നേഹിക്കാൻ, ഇതുവരെ ഞാൻ നടന്നതിനേക്കാൾ തീവ്രമായിട്ട് എനിക്ക് ഒരിക്കൽ കൂടെ നടക്കാൻ, ഇന്ന് ഞാൻ ഈ രാജ്യത്ത് വന്ന് പല കാര്യങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയിരിക്കുമ്പോൾ, അബ്ബാ, ഹല്ലേലൂയ, എനിക്ക് ഒരു കാര്യം അറിയാം കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുമ്പോൾ ഇന്ന് എന്നിൽ ജീവൻ ഉണ്ടാകും, അത് സമൃദ്ധിയായിട്ടുണ്ടാകും. എന്റെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ കരുതൽ, കർത്താവിന്റെ ഫേവർ ഇറങ്ങി വരുമ്പോൾ എന്റെ ടോയിലിംഗ് അവിടെ വെച്ച് അവസാനിക്കും. ഒന്ന് പറഞ്ഞേ കർത്താവെ, അനേകം ചലഞ്ചസ് എന്റെ മുമ്പിലുണ്ട്, ഈ രാജ്യത്ത് വന്നിട്ട് എനിക്ക് അനേകം ചലഞ്ചസ് എന്റെ മുമ്പിലുണ്ട്, ഇന്ന് അത് മുഴുവൻ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരിക. ആ ചലഞ്ചസ് മുഴുവൻ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു തരിക. അതിനോടൊപ്പം ഞാൻ എന്നെ തന്നെ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറയുമ്പോൾ, ഓ, ഞാൻ ഇന്നൊരു കാര്യം വിശ്വസിക്കുന്നു, ഇന്ന് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ കയ്യിൽ നിന്നും അതിന്റെ ഫയൽസ് കർത്താവിന്റെ കയ്യിലേക്ക് മാറും. ഇനി മുതൽ നിങ്ങൾക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് കർത്താവിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ടെന്ന് പറഞ്ഞ, കർത്താവ്, എന്റെ ജീവിതം, എന്റെ ജോലി, എന്റെ ആരോഗ്യം, സകലതിന്റെയും കൺട്രോൾ, അതിന്റെ മുഴുവൻ കർത്തൃത്വം ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് എനിക്ക് ചില പ്ലാനും പദ്ധതികളും ഒക്കെ ഒരുക്കി വെച്ചിരുന്നതോടുകൂടി ഞാൻ ഒരു കാര്യം പറയാം, ഷട്ട് ഡൗൺ എവറിത്തിങ്. നിങ്ങളുടെ പ്ലാൻസ് ഒന്ന് മാറ്റിവെച്ച്, യു ഹാഡ് മെനി പ്ലാൻസ്, യു ഹാഡ് മെനി തിങ്സ് പ്ലാൻഡ്. എല്ലാ പ്ലാനും മാറ്റി വെച്ചിട്ട് കർത്താവിനോട്, അക്കോർഡിംഗ് ടു യുവർ ഗുഡ് വിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അക്കോർഡിംഗ് ടു യുവർ പെർഫെക്റ്റ് വിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാനെന്ന് റോമർ ലേഖനത്തിൽ പറയുന്നത് പോലെ, നന്മയുള്ളത്, പ്രസാദമുള്ളത്, പൂർണ്ണമായത് കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്ന പദ്ധതിയാണ്. ഒന്ന് പറഞ്ഞ, കർത്താവെ, ഇനി എന്റെ പ്ലാൻ അല്ല, നിന്റെ പ്ലാൻ നടക്കണം. ഇനി ഞാൻ ജീവനിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടല്ല, കർത്താവിന്റെ ജീവൻ എന്നിൽ സമൃദ്ധിയായിട്ട് നിറയുവാൻ എന്റെ എല്ലാ മേഖലകളിലും, ഒന്ന് പറഞ്ഞ, എന്റെ എല്ലാ മേഖലകളിലും, എന്റെ കുടുംബത്തിൽ, എന്റെ ആരോഗ്യത്തിൽ, എന്റെ ജോലിയിൽ, സകലത്തിലും, എല്ലാത്തിലും ഒരു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ ജീവൻ എന്നിൽ നിറയണമപ്പാ. ഐ ആം ട്രൈയിങ് ടു അബൈഡ് ഇൻ ഹിം എന്ന് പറയുന്ന അനേകരും നിന്നെ കേൾക്കുന്നത്. അബൈഡ് ഇൻ ഹിം എന്ന് നമ്മൾ പറയുമ്പോൾ പലരും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പലരും പറയുക, ഐ ആം അബൈഡിങ് ഇൻ ഹിം, ബട്ട് ഇൻ റിയാലിറ്റി സം പീപ്പിൾ ആർ റിയലി ട്രൈയിങ് ടു ബി വിത്ത് ഹിം, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നവരോടൊന്ന് ഞാനൊരു കാര്യം പറയാം, ജസ്റ്റ് ഗിവ് യുവർ ഹാൻഡ്സ് ടു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ കൈ ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ്, ഞാൻ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല എന്നെ കൊണ്ട്, ബട്ട് ഐ സറണ്ടർ കംപ്ലീറ്റ്ലി. ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് എന്നെ തന്നെ എറിഞ്ഞു തരും. ജീസസ്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നൊന്ന് കേട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ ജീവൻ life in abundance, life in abundance, Jesus. വിശ്വാസത്തോടെ ഹൃദയം തുറന്നു കൊടുത്തിരിക്കുന്ന അനേകർ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് തൊട്ടറിയാവുന്ന ദൈവ സാന്നിധ്യം,
Oh, ribi ashakara. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി ജീസസ് അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ റിവിവി അശ്വഖറബബ. തൊട്ടറിയാവുന്ന ദിവസം എല്ലാ ഭാരവും അലിഞ്ഞു മാറട്ടെ. എല്ലാ ചിന്താകുലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകും. ഭയപ്പെട്ട അനേകം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്നും ഇപ്പോൾ ഈ നിമിഷം മാറിപ്പോകുന്ന കൃപയ്ക്കായി ഇതിനെ കേട്ടോണ്ടിരിക്കുന്ന ഇവിടെ വന്ന സ്റ്റുഡൻസിനോട് ഓരോരുത്തരോട്ടും പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളുടെ ഫീസിനെ പറ്റി ഇനി ബോദർ ചെയ്യരുത്. നിങ്ങളെ അയച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത റിസോഴ്സുകൾ തുറന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീസ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പേ ചെയ്യും. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നവരാവട്ടെ, ഫീസിന്റെ കാര്യത്തിൽ ഇനി മുതൽ ഒരു ബോധറേഷനും നിങ്ങൾ എടുക്കരുത്. നിങ്ങളെ അയച്ചത് പരിശുദ്ധാത്മാവ്. നിങ്ങളെ അയച്ചത് കർത്താവാണെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനുള്ള വഴി തുറക്കും. യു വിൽ നെവർ സ്ട്രഗിൾ ഫോർ ഇറ്റ്. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തരുന്ന അഷ്വറൻസ്. നിങ്ങളെ അയച്ചത് നിങ്ങളുടെ കുടുംബമല്ല, നിങ്ങളെ അയച്ചത് വേറെ ആരുമല്ല, നിങ്ങളെ അയച്ചത് കർത്താവ്. എങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഇതിനെ സൃഷ്ടിച്ചവൻ ഇവിടെ ഉണ്ട്. അവൻ ആ വഴി തുറക്കും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്ന് നിങ്ങളുടെ ഫീസ് അടയ്ക്കണമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്നു, അതിനേക്കാൾ മുമ്പേ നിങ്ങൾ ഇന്ന് അതിനെപ്പറ്റി വ്യാകുലപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അതിന്ന് നിങ്ങൾ അതിനെ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ന് ഡ്യൂ ഡേറ്റ് ആകുന്നു, അറ്റ്ലീസ്റ്റ് അതിന്റെ 10 ദിവസം മുമ്പേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ഉണ്ടാവും. ഏറ്റെടുക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ ഇന്ന് ഈ കേൾക്കുന്നത് എഴുതിയിട്ടോ, നിങ്ങളുടെ എന്ന് ഫീസ് ഡ്യൂ ആകുന്നോ 10 ദിവസം മുമ്പേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. This is the assurance from God himself who sent you here. Just receive it and you will see that. ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. വായ് തുറന്നെന്ന് പറഞ്ഞു എന്റെ യേശു വന്നത് എന്റെ ജീവിതത്തിൽ ജീവൻ, ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകുവാനും ദൈവത്തിന്റെ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. ദൈവത്തിന്റെ ജീവനകത്ത് സന്തോഷമുണ്ട്, ദൈവത്തിന്റെ ജീവനകത്ത് ആനന്ദമുണ്ട്, ദൈവത്തിന്റെ ജീവനകത്ത് ആരോഗ്യമുണ്ട്, ദൈവത്തിന്റെ ജീവനകത്ത് സമ്പത്തുണ്ട്. ഇത് സകലതും എനിക്ക് ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ ആർത്ത് വിളിച്ചു സന്തോഷത്തോടെ മഹത്വപ്പെടുത്തി. താങ്ക് യു ജീസസ്. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞ, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും എനിക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയേ കർത്താവ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളിത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഉള്ള ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ മാറുക. എനിക്ക് ഒരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കുക. ഇന്ന് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ന്യൂക്ക് ആൻഡ് കോർണർ അത് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ ഇന്നൊന്ന് റിസീവ് ചെയ്ത് പറഞ്ഞ് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും എന്റെ എല്ലാ മേഖലകളിലും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധി നിങ്ങൾ കമാൻഡ് ചെയ്യുന്നു. നിങ്ങൾ യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് ഗോഡ് ഹിംസെൽഫ് ആൻഡ് യു ആർ കമാൻഡിങ് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നിടത്ത് അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അതേ കർത്താവിന്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടിനകത്തേക്ക് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു വരും.
വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ വായ തുറന്ന് പരിശുദ്ധാത്മാവിനോട്, അന്ന് പരിശുദ്ധാത്മാവ് ആഴത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾ പറയുക, ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് എൻ്റെ മേൽ ഉണ്ടാകുവാൻ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ മേൽ, എൻ്റെ സഹോദരി സഹോദരന്മാരുടെ മേൽ, എൻ്റെ സഭയിൽ സകലയിടത്തും ഒന്ന് വിളിച്ചു പറഞ്ഞു, എല്ലായിടത്തും ജീവൻ ഉണ്ടാകുവാനും. ഇതെനിക്ക് മാത്രമായിട്ടല്ല ഞാൻ റിസർവ് ചെയ്യുന്നത്, ഇന്ന് ഈ സഭയിൽ കേട്ടോണ്ടിരിക്കുന്ന സകലരുടെ മേൽ ഒന്ന് പറഞ്ഞ് ജീവൻ ഉണ്ടാകുവാനും, സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും. ഹല്ലേലൂയ. ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല, കാനഡയിൽ എല്ലായിടത്തും ഒന്ന് വിളിച്ചു പറഞ്ഞു, കാനഡയിൽ മുഴുവനും എല്ലാ സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ദൈവത്തിന്റെ ജീവൻ എന്താ? സകല നന്മയും സകല മഹത്വവും നിറഞ്ഞിരിക്കുന്ന ജീവനാ ദൈവത്തിനകത്ത്. That is why he's called God, the Almighty. എല്ലാം കഴിയുന്നവൻ, എല്ലാ നന്മയും നിറഞ്ഞവൻ, സകലതിന്റെയും പൂർണ്ണത, കംപ്ലീഷൻ. നമ്മളൊക്കെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റ് ആണ് ദൈവം. പിതാവിൽ എല്ലാത്തിന്റെയും പെർഫെക്ഷൻ ആണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്തിനാ? എനിക്ക് നല്ല പെർഫെക്റ്റ് ലൈഫ് വേണം, എനിക്ക് നല്ല പെർഫെക്റ്റ് ഹെൽത്ത് വേണം, എനിക്ക് നല്ല പെർഫെക്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വേണം, എനിക്കെല്ലാം പെർഫെക്റ്റ് വേണമെന്നാ അല്ലേ? നമ്മൾ ആരെങ്കിലും രോഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് നല്ല മുട്ടുവേദന വേണമെന്ന് ആരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന നമുക്ക് ആരോഗ്യം നിറഞ്ഞു നിൽക്കണം, എൻ്റെ കുടുംബത്തിൽ സമാധാനം വേണം, സന്തോഷം വേണം, എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഐ ജസ്റ്റ് വാണ്ട് ടു get that joy just bubbling out of me. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷം പതഞ്ഞു പോകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് സന്തോഷം. പലപ്പോഴും നമുക്കത് കിട്ടാറില്ല. ഇൻ റിയാലിറ്റി we miss that many times. അല്ലെ? നമുക്കെല്ലാം ആഗ്രഹമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ എഴുന്നേൽക്കണമെന്ന്. Is it possible on a Monday morning? Very hard. ഈ ലോകത്തിലെ ജീവിതത്തിലായി കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും മൺഡേ മോർണിംഗ്, മൺഡേ ബ്ലൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഇല്ലേ? പക്ഷെ കർത്താവ് പറയുന്നു ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണ് ഞാൻ വന്നേക്കുന്നത്, ഇൻക്ലൂഡിങ് മൺഡേ മോർണിംഗ്. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ആ പൂർണ്ണതയിൽ, ആ പെർഫെക്ഷനകത്തേക്ക് എനിക്കൊന്ന് കയറണം. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാ ഒരു കാര്യം ഒരാൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നതുകൊണ്ടേ ഒരു കൈ നീണ്ടു വരും. Oh, hallelujah, Holy Spirit. He says, give your hands. ആ കൈ ഇങ്ങോട്ടും തന്നെ, I will lift you. പലപ്പോഴും നമ്മൾ ആ മടിക്കുന്ന കൈ കൊടുക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കാര്യം പോലും മറന്നുപോകും. പരിശുദ്ധാത്മാവ് എപ്പോഴും ആ കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. Give me your hand. ആ കൈ ഒന്ന് തന്നെ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടി നടന്നു പോകുമ്പോഴും ആ റോഡിൽ നമ്മുടെ പാരലായിട്ട് പരിശുദ്ധാത്മാവ് ഒരു കാറിൽ നിന്ന് ഡോറ് തുറന്നിട്ടിട്ട് പറയാം, ഗെറ്റ് ഇൻ പ്ലീസ്, അകത്തോട്ടൊന്ന് കയറിയിരുന്നേ, വി ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും നടന്ന് പോവാ. നമ്മൾ ബുദ്ധിമുട്ടി വീണ്ടും നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കാറിൽ കൂടെ പാരലായിട്ട് ഓടിച്ചോണ്ട് വന്നിട്ട് പറയാ, ഡോർ ഓപ്പൺ ആ, സീറ്റ് വേക്കന്റ്, ജസ്റ്റ് കം ഇൻ, സിറ്റ് വിത്ത് മീ, ഐ വിൽ ഡ്രൈവ് യു. ആൻഡ് വി ആർ ഇഗ്നോറിംഗ് ഹിം മെനി ടൈംസ്. കാരണം നമ്മൾ ചുറ്റുമുള്ള വേറെ പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താ പോകുന്നു. ചുറ്റുമുള്ള വേറെ പല പ്രശ്നങ്ങളെ നോക്കി പോകുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിന്റെ കൂടെ നടക്കുക, ജീവൻ ഉണ്ടാകുവാന്, സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണ് ഞാൻ വന്നേക്കുന്നത്. ഐ എം റെഡി ടു ടേക്ക് യു ദേർ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല, പണ്ടത്തെ ഒരു മൂവി കണ്ട പലർക്കും ഓർമ്മ കാണുമായിരിക്കും. എത്ര പേര് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. മോർഗൻ ഫ്രീമൻ ഒക്കെ അഭിനയിച്ച ഒരു മൂവിയുണ്ട്, ഡ്രൈവിംഗ് മിസ് ഡെയ്സി. അതിനകത്തൊരു അറഗന്റ് ആയ ഒരു ലേഡി ഉണ്ട്, ഒരു ജൂയിഷ് ഓൾഡ് ലേഡി. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറഗൻസി എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് എല്ലാം പറ്റും. വളരെ ഓൾഡാ, പക്ഷെ എന്നിട്ട് അവർ ഭയങ്കര ബലം പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്, മൾട്ടി മില്യനെ. ഒരു ദിവസം ഈ അമ്മച്ചി വണ്ടി എടുത്ത്, ഒരു 80-85 വയസ്സുള്ള അമ്മച്ചി വണ്ടി എടുത്തിട്ട് നേരെ ബാക്ക് ചെയ്ത സമയത്ത് നേരെ എന്ന് ഒരു മതിലെ ചെന്ന് ഇടിക്കുക. മോളിൽ നിന്നുകൊണ്ട് നോക്കുന്ന മോൻ പിറ്റേ ദിവസം രാവിലെ ഒരു ഷോഫറിനെ അറേഞ്ച് ചെയ്തു. ഒരു ബ്ലാക്ക് ഗായ്, മോർഗൻ ഫ്രീമാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇദ്ദേഹം വന്നിട്ട്
അമ്മച്ചിയുടെ കാറുമായിട്ട് പിറ്റേ ദിവസം രാവിലെ നിന്നു. അമ്മച്ചി നേരെ ഇറങ്ങി വന്നപ്പോൾ മുമ്പിൽ ഒരു ഡ്രൈവർ. അമ്മച്ചി ചോദിച്ചത് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പറഞ്ഞു, നിങ്ങളുടെ ഡ്രൈവറായിട്ട് മോൻ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നോ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് മൈസെൽഫ്. ഇവിടുത്തെ ആൾക്കാരുടെ കോൺഫിഡൻസ് അറിയത്തില്ലേ, എനിക്ക് ഡ്രൈവറിന്റെ ആവശ്യമില്ല, എനിക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ട്. ഇത് പറഞ്ഞിട്ട് അമ്മച്ചി എന്നും നേരെ പോവും. ഈ ഡ്രൈവർ കാറും കൊണ്ട് നേരെ അമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ പോകും. ഡ്രൈവർ പല സമയത്തും പറയുന്നുണ്ട് ഗെറ്റ് ഇൻ, ഇവർ കയറത്തില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര റഫിളാണ്. നാളുകളോളം ഈ കാറെ കയറാതെ എപ്പോൾ ഇവർ പോയാലും ഈ ഡ്രൈവർ കൂടെ കാറും കൊണ്ട് ഇങ്ങനെ പോകും, പക്ഷെ ഇവർ കയറത്തില്ല ഇതിനകത്ത്. പക്ഷെ അവസാനത്തെ സമയത്ത്, ആ മൂവി ഏകദേശം തീരുന്ന സമയത്ത് അവസാനം ഈ അമ്മച്ചിയുടെ വാക്കുണ്ട്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ഇവർ അതുപോലെ ഒന്നിച്ച് ഒരു നല്ല റിലേഷനിലേക്കാകും. അതുപോലെ ഇന്ന് ഈ കാർ നമ്മുടെ കൂടെ, ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ പോവുക. ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും നിന്റെ കൂടെ വന്നിരിക്കുക. യേശുവിന്റെ വചനം നമുക്ക് തുറന്നു തരാനായിട്ട് ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെ നടക്കുക. ബട്ട് വി നെവർ പേ അറ്റൻഷൻ. നമ്മൾ എന്നിട്ട് പറയുക, റോഡിൽ പ്രശ്നമാണ്, ഇവിടെ കല്ല് കിടക്കുന്നു, ഇവിടെ മുള്ളുണ്ട്, ഇവിടെ പ്രയാസമുണ്ട്. ഹി സേസ് കാർ ഇസ് റെഡി ഫോർ യു, ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞ, കർത്താവെ ഇന്ന് ഞാൻ കാറ് കയറാൻ പോകുന്നു, നടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കർത്താവെ, ഇന്ന് ഞാൻ കാറിനകത്തോട്ട് കയറും. എന്തായാലും കർത്താവിന്റെ കൂടെയുണ്ട്. ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും, ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും യേശു എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇനി മുതൽ ഒന്നിനെ പറ്റി ഭാരപ്പെടാതെ എന്റെ കാര്യങ്ങൾ മുഴുവൻ കർത്താവിലേക്ക് ഏൽപ്പിക്കും. ഞാനിത് എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് കാറിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും അതിനകത്തോട്ട് നിൽക്കാം. കയറി ഇരുന്നിട്ടെന്ന് പറഞ്ഞ, കർത്താവെ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ റിലാക്സ് ചെയ്ത് ഡ്രൈവ് ചെയ്യും. ഡ്രൈവിങ് നിന്റെ കയ്യിൽ തരുന്നു, ഞാൻ എൻ്റെ സകല കാര്യങ്ങളും നിന്നെ ഏൽപ്പിക്കും. കർത്താവ് എന്തുകൊണ്ട് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും എന്ന് പറഞ്ഞു. യേശു വന്നപ്പോ പറഞ്ഞ വാക്ക നമുക്കൊക്കെ അറിയാതല്ലേ, എല്ലാവർക്കും അറിയാവുന്ന വാക്ക. ആ വാക്യം എല്ലാവർക്കും നല്ല നിശ്ചയമുള്ള സംഗതി. യോഹന്നാൻ 10:10 ഒന്ന് വായിക്കാമോ? 9ഉം 10ഉം വായിച്ചു. ആരെങ്കിലും ഒരാള് മലയാളത്തിലും ഒരാൾ ഇംഗ്ലീഷിലും വായിച്ചാലും നല്ല. 9 മുതൽ വായിച്ചോ. കാര്യം 9 പറയുമ്പോഴേ നമുക്ക് അതിനകത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയെ പിടിയിട്ടുള്ളൂ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. മോർക്കുപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാക്കുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഉദ്ദേശിച്ച്, നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു നിൽക്കുക. നമ്മുടെ മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനകത്തുനിന്ന് പുറത്തു പോകാൻ നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ ആ വഴി കൂടെ കയറാതെ എല്ലാ സമയത്തും ചെന്ന് എല്ലാ വാളിലും ചെന്ന് ഇടിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. പുറത്ത് നമ്മൾ വരത്തില്ല. വാതിലുണ്ട്, പക്ഷെ നമ്മൾ പോകുന്നില്ല. യേശു പറയാ, നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും, നിങ്ങളുടെ ജീവന് വേണ്ടി ഭൂമി നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ, പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ നിങ്ങൾ എവിടെ പോയാലും വേറെ വഴികളില്ല. എല്ലായിടത്തും വാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ there is a door, that is me. എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിലേക്ക് ചെല്ലാം. ഈ പിതാവിൽ എന്താ ഉള്ളത്? എന്നെ അയച്ചവനിൽ ജീവൻ സമൃദ്ധിയായിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവൻ എന്ന് പറയുന്നത് എന്ത്? അതിനകത്ത ദൈവത്തിന്റെ പൂർണ്ണത, അതിനകത്ത നന്മ, കരുണ, പ്രസാദം, സന്തോഷം, സമൃദ്ധി, സകലതും. എനിക്ക് വേണ്ട നല്ലതെല്ലാം ഇരിക്കുന്ന എവിടെയാ? ദൈവത്തിൽ. ആ ദൈവത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ നിൽക്കുന്നിടത്തുനിന്ന് കയറി പോകാനുള്ള ഒറ്റ ഡോറേ ഉള്ളൂ, ദാറ്റ് ഇസ് ജീസസ്. ഹി സേസ് ഐ ആം ദ ഡോർ. കർത്താവ് വേറൊരിടത്തും ഇതുപോലെ തന്നെയല്ലേ പറയുന്നത്, ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറയുന്നത് ഇതേ ഉള്ളൊരു വഴി, നീ എന്നിലൂടെ പോ. പക്ഷെ അവിടെ എന്തെങ്കിലും പേ ചെയ്യാൻ കർത്താവ് പറയുന്നത് ഇല്ല. ഫ്രീ ആയിട്ട് നിനക്ക് പോകാം. ആ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ അവസ്ഥ മാറും. യേശുവിലൂടെ കടക്കുന്ന, യേശുവിനെ അക്സെപ്റ്റ് ചെയ്തോ, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് യു ഹാവ് ആൻ ആക്സസ് ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. നന്മയും കരുണയും ഈ പൂർണ്ണതയുള്ളതിനകത്തേക്ക് എനിക്കും നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടുക.
അതിനകത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഞാൻ 2 സ്ഥലത്താണ് നിൽക്കുന്നത്. ഇപ്പൊ 2 കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എനിക്ക് വേണ്ട സകല നന്മയും കരുണയും സകലതും, എനിക്ക് വേണ്ട സകല നല്ല കാര്യങ്ങളും പിതാവിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ ഭൂമിയിൽ നിന്നും എനിക്ക് ഈ സ്വർഗത്തിലേക്ക് പോയി ഇത് എടുക്കാനുള്ള ആക്സസ് ഇല്ല. അവിടെയാണ് യേശു വന്നിട്ട് പറയുന്നത്, ഐ ആം ദ ഡോർ. നിനക്കൊരു ആക്സസ് തരാനാണ് ഞാൻ വന്നേക്കുന്നത്. ഈ ഭൂമിയിൽ നിന്നും ഏത് സമയത്തും ഏത് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ഈ വാതിലിലൂടെ കടന്ന് ഈ പൂർണ്ണത അല്ലെങ്കിൽ കർത്താവിലുള്ള സകല നന്മയും പിതാവിലുള്ള സകല നന്മയും എടുത്ത് തിരിച്ചു വരാനുള്ള വാതിൽ ഞാൻ. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് വട്ടം കറങ്ങാതെ കർത്താവ്, നമ്മൾ ഇവിടെ കിടന്ന് ഈ പ്രശ്നം, കർത്താവിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് നമ്മൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് കർത്താവ് പറയുക, ഐ ആം ദ ഡോർ, ജസ്റ്റ് കം. ഇതിലൂടെ കയറിയാൽ നിനക്ക് സകല നന്മയും പിതാവിന്റെ സന്നിധിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സകല നന്മയും നിനക്ക് എടുത്തുകൊണ്ട് തിരിച്ചു വരാം. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. എനിക്ക് മുമ്പേ വന്നവർ അതിന്റെ താഴേക്ക് വരുമ്പോൾ, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ നന്മയും കരുണയൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന സകല നന്മയ്ക്കും നമുക്ക് ഒരു ആക്സസ്. നമ്മൾ പോയി അവിടെ നിന്ന് ഇത് എടുത്ത് തിരിച്ച് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് അനുഭവിക്കുന്നവരാണ്. ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചെടുത്തോണ്ട് വരുന്നത്? നമ്മുടെ വാക്കിനാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാൽ, കർത്താവിലൂടെ. യേശുവിനെ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കയറിപ്പോയി ഇതിനെ ഓരോന്നും ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ, കർത്താവ് ഞാൻ ഇന്നൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്റെ ജീവിതത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ജസ്റ്റ് കം ഇൻ. എന്നിലൂടെ കടന്ന് ആ സൊല്യൂഷൻ എടുത്ത് ഭൂമി കൊണ്ടുപോവാ. എനിക്ക് വേണ്ട സകല സാധനങ്ങളോട് ഇരിക്കുക, ഞാൻ അവിടെ നിന്ന് എടുത്ത് ഭൂമിയിൽ കൊണ്ടുവന്ന് ആസ്വദിക്കും. ഇന്ന് എന്റെ ഫൈനാൻസിൽ ഒരു ക്രൈസിസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാം, റിച്ചസ് ആർ ദേർ, കം ത്രൂ മീ, ടേക്ക് ഇറ്റ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് ടു എർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയിലുള്ള എന്റെ ആവശ്യങ്ങൾക്കുള്ള പ്രൊവിഷൻ ഞാൻ യേശുവിലൂടെ സ്വർഗത്തിൽ നിന്നും പിതാവിന്റെ സമ്പത്തിനനുസരിച്ച് അവിടെ നിന്ന് ബ്രിങ് ഡൗൺ ചെയ്യുക. എന്റെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത വരുമ്പോൾ ഞാൻ കിടന്ന് കരയാനല്ല എന്നെ വിളിച്ചിരിക്കും. കർത്താവ് പറയാം, ഐ ആം ദ ഡോർ, കം. സൗഖ്യം, അടിപ്പിണരാനുള്ള സൗഖ്യം സ്വർഗത്തിലിരിക്കുന്നത് മുഴുവൻ നിനക്ക് തന്നു കഴിഞ്ഞിരിക്കുന്ന എടുത്ത് പ്രയോഗിക്കും. ബ്രിങ് ഇറ്റ് ഡൗൺ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ ജീവൻ, ആ ജീവനകത്ത് സകലതുമുണ്ട്. സമൃദ്ധിയായിട്ടിരിക്കുന്ന ആ ജീവനിൽ നിന്നും എനിക്ക് ഏത് സമയത്തും അവിടെ പോയി എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ആക്സസ് കാർഡ് ഉണ്ട്. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ നിമിഷം നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ ആക്സസ് കാർഡ് കിട്ടി. ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികളിലൊക്കെ ജോലി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ഒരു ആക്സസ് കാർഡ്, അവിടെ എംപ്ലോയി ആയി കഴിയുമ്പോൾ അവരുടെ ആക്സസ് കാർഡ് വരുമ്പോൾ അവരുടെ ആ ഫെസിലിറ്റീസിനകത്തേക്ക് കയറാൻ നിങ്ങൾക്ക് ഒരു പെർമിഷൻ ഇല്ലേ തന്നെ. വേറെ എവിടെയോ ആട്ടെ, ഏതെങ്കിലും ഒരു പ്രധാന വ്യക്തിയുടെ അടുക്കൽ ചെല്ലാനായിട്ട് നിങ്ങൾക്ക് ഒരു പാസ് കിട്ടുന്നു. ആ വ്യക്തിയിലേക്കുള്ള ഒരു ആക്സസ്. ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഒരു ആക്സസ് കാർഡ് എന്ന് പറയുന്നത്, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ആക്സസ് കാർഡ് എന്ന് പറയുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഏത് നിമിഷവും, അറ്റ് എനി ടൈം യു ക്യാൻ എൻ്റർ ടു ദ ത്രോൺ ഓഫ് ഗ്രേസ് ആസ് ഇഫ് ജീസസ് ഗോസ്. യേശു എങ്ങനെയാണോ പോയത് അതേ പൊസിഷനിൽ, അതേ പവറിൽ, അതേ സ്റ്റാൻഡേർഡിൽ ഇന്ന് പിതാവിന്റെ അടുക്കലേക്ക് എനിക്ക് നിങ്ങൾക്ക് കയറി ചെന്നിട്ട് പറയാം, അബ്ബാ പിതാവേ. ഹല്ലേലൂയ. ദൈവമേ എന്ന് വിളിക്കാനല്ല നമ്മളോട് പറഞ്ഞത്, ഗോഡ് എന്ന് വിളിക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡാഡ് എന്ന് വിളിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഡാഡിയാണ്. ഹല്ലേലൂയ. ദൈവമേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല. യേശു പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് നിറച്ച്, പിതാവ് എന്നെ തന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. അറ്റ് എനി ടൈം ജസ്റ്റ് കം ഇൻ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ഉയരത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ. 3 സിംഹാസനങ്ങളിൽ, 3 ത്രോൺസിലല്ല ഇരിക്കുന്നത്. ദേ ആർ ടുഗദർ ആൻഡ് ഐ ആം ഓൾസോ സീറ്റഡ് വിത്ത് ഹിം. എന്റെ അകത്തെ മനുഷ്യൻ അകത്തിരുന്നോണ്ട് പറയുക, ഞാൻ ഇരിക്കുന്ന ഉയരത്തിലാണ്. അന്നേരം നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് ഇവിടെ കിടന്നുകൊണ്ട് പറയും, ആകെ പ്രശ്നമാണ്, ഞാൻ എങ്ങനെ കഴിയും കർത്താവേ, ഈ രാജ്യത്ത് വന്നിട്ട് ആകെപ്പാടെ പ്രയാസമാണ്, ഒരു കാര്യങ്ങൾ ശരിയാവുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ പറയും, നീ എവിടെ ഇരിക്കുന്നെന്ന്. സകലതും ഏത് സമയത്തും അവിടെ ചെന്ന് ജീവൻ, സമൃദ്ധിയായ ജീവൻ എടുത്തുകൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു ആക്സസ് തന്നിട്ടുണ്ട്.
താങ്ക് യു ജീസസ്. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുക, ഈ വാതിൽ കാണിച്ചു തരാതെ ഈ ഇട്ട് കറക്കുന്ന ആളെയും കൂടെ ഇതിനകത്ത് വെളിപ്പെടുത്തി തന്നിരിക്കുക. അടുത്ത വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഈ കള്ളൻ ആരാന്ന് മനസ്സിലായോ? ഈ കള്ളന്റെ കളി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ സാധനം കൊണ്ടിടും, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കും, ഒരു ചെറിയ പല്ലുവേദനയായിരിക്കും, അല്ലെങ്കിൽ തലയുടെ പുറകിൽ ഒരു കൊച്ചു വേദനയായിരിക്കും. പുള്ളി നേരെ പറയും, കമ്പ്യൂട്ടർ ഓൺ ചെയ്യും, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന ഉടനെ WebMD മുതൽ ഇങ്ങോട്ടുള്ള നോളജ് സോഴ്സുകൾ മുഴുവൻ അങ്ങോട്ട് തുറക്കും. ക്യാൻസർ മുതൽ ഇല്ലാത്ത സകല സാധനങ്ങളുടെയും മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളെ പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ജീവൻ സമൃദ്ധിയായിട്ട് അങ്ങ് പോകും. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ പല സമയത്തും ഗൂഗിളും വരുന്നില്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ചെറിയ സാധനം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടിട്ടിട്ട് ആദ്യം പണി തുടങ്ങും. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മളുടെ ഇതങ്ങ് ഏറ്റെടുത്തിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ എന്താ പറയുന്നത്, ഈ സ്നോബോളിങ് ചെയ്യാൻ നമുക്ക് ഭയങ്കര കഴിവാണ്. ഒരു ചെറിയ സാധനം മതി, ഉരുട്ടി 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 അതിനെ ഇങ്ങനെ നല്ല വലുതാക്കി ആകപ്പാടെ പ്രശ്നമാക്കി തീർത്തിട്ടാണ് പിന്നെ കർത്താവിൻ്റെ അടുക്ക ചെല്ലുന്നത്. നമ്മൾ ആ ചെറിയ പ്രശ്നമായിട്ട് കർത്താവിൻ്റെ അടുക്ക പോകത്തില്ല. അതിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വലുതാക്കി ഒന്ന് പ്രസന്റബിൾ ആക്കിയിട്ട് കർത്താവിനോട് പറയും, കർത്താവ് ഇതാ തലവേദനയാ, പക്ഷെ നോക്കിയപ്പോൾ ഇതിനകത്ത് പറയുന്നു ബ്രെയിനിന്റെ അവിടുന്ന് ഇങ്ങനെ താഴോട്ടൊരു സാധനം വരും. അത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും 3 മാസം അത്രയൊക്കെ ഉള്ളു കർത്താവെ, നീ എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ. ഇത് തലവേദനയാ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരം പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ അതിനെ വലുതാക്കി പ്രസന്റബിൾ ആക്കി ഗാർണിഷ് ചെയ്ത് നല്ല പ്ലേറ്റിലൊക്കെ ആക്കിയ കർത്താവിൻ്റെ അടുക്ക കൊണ്ടുപോകും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും കർത്താവ് വന്നിരിക്കുന്നത്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്ന കള്ളനെ ഞാൻ തിരിച്ചറിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ സമാധാനമുണ്ട്. പകുതി പ്രശ്നം തീരും. ഹല്ലേലൂയ. ആ ചെറിയ പ്രശ്നം വരുമ്പോഴേ പറയണം, യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി പോകും പിശാച്. നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ പിശാചിനോട് പോകാൻ പറയുന്നതിന്റെ സ്റ്റൈലിനകത്ത് ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ പലർക്കും പറ്റുന്ന കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിശാചിനെ വളരെ മാന്യമായി പറഞ്ഞു വിടുന്നത്. പിശാചെ ഒന്ന് ഇറങ്ങി പോവാ പ്ലീസ്, എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് പോകാമോ, 2 ദിവസമൊക്കെ താമസിച്ച് പോയാലും മതി, ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ വേദനയൊക്കെ കൂടുമ്പോൾ പറയും, എന്നാലും പിശാചെ ഉപദ്രവിക്കാതെ പോ, കുറച്ചൊക്കെ പറയും. യു ഷുഡ് ഹാവ് എ വെഞ്ചൻസ്, എ സ്പിരിച്വൽ വെഞ്ചൻസ്. പിശാചെ എന്ന് പറയുന്നതിനകത്ത് നിങ്ങളുടെ അതോറിറ്റി ഉണ്ടോ? അതിന്റെ നല്ല എക്സാമ്പിൾ ആണ് നമ്മുടെ നാട്ടിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, ഏകദേശം. ഇപ്പോഴത്തെ ഈ പുതിയ തലമുറക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ വളർത്ത പട്ടിയുള്ള വീടുകളിൽ നമ്മളൊക്കെ മിക്കവാറും അതിങ്ങനെ അഴിച്ചു വിട്ടു, അതെപ്പോഴും നടക്കുന്നു. നമ്മൾ പോകുന്നിടത്തൊക്കെ ഈ പട്ടി വരും. നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു ദൂരെ യാത്രയ്ക്ക് പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ടായിരിക്കും ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നത്. അപ്പൊ നമ്മൾ ഈ ഇറങ്ങുന്നുണ്ടെ പട്ടി എന്ത് ചെയ്യും? വരും, കൂടെ വരും അല്ലേ. ഗേറ്റിന്റെ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ പറയും പട്ടിയകത്ത് കയറിപ്പോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോർ അടയ്ക്കാൻ നോക്കുമ്പോൾ ഇത് നിൽക്കത്തില്ല, ഇറങ്ങി വരും. അപ്പൊ നമ്മൾ അനുവദിക്കും. കുറച്ച് ദൂരം ഈ പട്ടി നമ്മുടെ കൂടെ നടന്ന് ഏകദേശം വാതിലിന്റെ അവിടെ വന്ന് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ വരുന്നവരെ പട്ടി വരും. അവിടെ വരുമ്പോഴേ നമ്മൾ പറയും കയറിപ്പോ എന്ന് പറയും. ഇത് പിന്നെയും പോകത്തില്ല, സ്നേഹം കൊണ്ട് വീണ്ടും കൂടെ വരും. ഗേറ്റിന്റെ അവിടെ വരെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പറയും പട്ടി കയറിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കും. ഗേറ്റ് കഴിഞ്ഞിട്ട് ഈ കക്ഷി നമ്മുടെ കൂടെ വരും, നമ്മൾ അങ്ങ് അനുവദിക്കും. അവസാനം ഇത് നമ്മുടെ കൂടെ വന്ന ബസ് സ്റ്റോപ്പിന്റെ അവിടെ വരെ വരും. ബസ് സ്റ്റോപ്പിന്റെ അവിടെ വരുമ്പോൾ ഈ പട്ടി നമ്മുടെ കൂടെ ഉണ്ട്. അന്നേരം നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ പറയും പട്ടി പോകും. കാര്യം വീട് നമുക്ക് ഏകദേശം കാണാവുന്ന ദൂരമൊക്കെ ആയിരിക്കും ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പൊ നടന്ന് പട്ടി തിരിച്ചു പോകും, അതിനറിയാവുന്ന സംഗതി. അവസാനം ദൂരേന്ന് ബസ് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയും ബസ് പട്ടി കയറിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകത്തില്ല. പക്ഷെ ബസ് അടുത്ത് വന്ന് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു പറച്ചിൽ പറയല്ലേ, കയറിപ്പോകത്തെന്ന് പറയത്തില്ല. ആ സെക്കൻഡിൽ പട്ടി പോവും. ലാസ്റ്റ് മൊമെന്റിൽ ആ പറച്ചിൽ പട്ടി പോയിരിക്കും.
ഇങ്ങനെ പറയണം. ഗേറ്റ് വരെ പോകുമ്പോൾ പട്ടിയോട് പോകുന്ന പോലെ പറയരുത്. ബസ് വരുമ്പോൾ എങ്ങനെയാണോ പട്ടിയെ വീട്ടിൽ കയറ്റുന്നത് അതുപോലെ വേണം സാത്താനെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെഞ്ചൻസി പറഞ്ഞാൽ പോയിരിക്കും. ഇത് നമ്മളെന്താ പാമ്പർ ചെയ്താ പലപ്പോഴും വിടുന്നത്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നവനെ തിരിച്ചറിഞ്ഞാൽ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാവും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഈ ജീവൻ ഉണ്ടാകുവാനാണ് യേശു വന്നതെന്ന് പറയുന്നത്. ഇത് ഈ വാക്യത്തിനകത്ത് ഇരിക്കുന്ന സംഗതി വാസ്തവത്തിൽ യേശു വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഈ ജീവൻ ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നു. താങ്ക് യു ജീസസ്. യേശു വന്നപ്പോഴിത് പറഞ്ഞു ജീവൻ ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ജീവൻ നിനക്ക് വേണം, അല്ലെങ്കിൽ നിനക്ക് ജീവൻ, മനുഷ്യന് ജീവൻ തരാനാണ് ഞാൻ വന്നേക്കുന്നത്. പക്ഷെ ഈ ജീവനുള്ള സകല സാധ്യതകളും മനുഷ്യനെ സൃഷ്ടിച്ചത് പറഞ്ഞ ദൈവം ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ, നിത്യജീവൻ, ഈ യേശു വന്നപ്പോൾ തന്ന ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും, ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഒരിക്കലും ലിമിറ്റ് ചെയ്ത് കളയരുത്. ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന് മാത്രമേ അല്ല ഈ ജീവൻ. അതൊക്കെ ഈ ഭൂമിയിൽ കിട്ടുന്ന സകല അനുഗ്രഹങ്ങളും ഇറ്റ് ഈസ് ജസ്റ്റ് ദ ചെറി ഓൺ ദ ടോപ്പ്. ദ റിയൽ തിങ് ഈസ് ദ എറ്റേണൽ ലൈഫ് വിത്ത് ഹിം. നിത്യജീവനാണ് ഏറ്റവും വലുത്. കർത്താവിനോട് കൂടുള്ള കൂട്ടായ്മ ഏറ്റവും വലുത്. ഞാൻ യേശുവിനെ അറിഞ്ഞ് യേശുവിന്റെ കൂടെ ജീവിക്കുന്ന സമയം മുതൽ എൻ്റെ നിത്യജീവൻ തുടങ്ങിക്കഴിഞ്ഞു. ബാക്കിയെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അതിന്റെ കൂടെ. നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് സാലറി തരുന്നില്ല, പകരം നിങ്ങളുടെ ഇൻഷുറൻസ് ബെനിഫിറ്റ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോകും? സാലറി ഇസ് ദ മെയിൻ തിങ്, റൈറ്റ്? ഈ സാലറി എന്ന് പറയുന്ന സാധനം തന്നെ, സാലറി എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്ന് ഉണ്ടായതെന്നറിയോ? പണ്ടത്തെ കാലത്ത് ഈ റോമൻസിന്റെ സമയത്ത് ഏറ്റവും വിലയുള്ളൊരു സാധനമായിരുന്നു ഉപ്പ്. പണ്ട് ശമ്പളം ജോലി ചെയ്തു കഴിഞ്ഞാൽ പകരം കൊടുക്കുന്ന റിസൾട്ട് ഉപ്പായിരുന്നു. സെലേറിയം എന്നാണ് ഉപ്പിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പേര് അവരുടെ ഭാഷയിൽ, റോമൻ ഭാഷയിൽ. അതാണ് അവസാനം വന്ന് ഈ ഉപ്പ് കൊടുക്കുന്നതിന് പകരമാണ് അത് സലേറിയമാണ് മാറി സാലറി ആയത്. ഇപ്പൊ നിങ്ങളോട് പറയുന്ന ശമ്പളം നിങ്ങൾക്ക് തരുന്നില്ല, പകരം നിങ്ങൾക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് തരാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു അഡീഷണൽ ബെനിഫിറ്റ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് സംതൃപ്തനാവുമോ? ഇല്ലല്ലോ. ഇന്ന് ഈ ഭൂമി കിട്ടുന്ന സകല അനുഗ്രഹങ്ങളും എൻ്റെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, അതൊക്കെ ബാക്കി ബെനിഫിറ്റുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സാലറി അല്ലെങ്കിൽ എൻ്റെ മെയിൻ ചങ്ക്, ദ മെയിൻ പോർഷൻ ഇസ് മൈ എറ്റേണൽ ലൈഫ്. കർത്താവ് പറയും ഈ എറ്റേണൽ ലൈഫ്, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈഫാണ് തരുന്നത്. നിത്യതയോളം കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം, ആ സമാധാനം, ആ സന്തോഷം, ക്രിസ്തുവിനോട് ചേർന്ന് അല്ലെങ്കിൽ പിതാവിനോട് ചേർന്ന് ഓരോ ദിവസവും ഇരിക്കാനുള്ള ഒരു പ്രൊവിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം, ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ തലമുറകളുടെ അനുഗ്രഹം, എൻ്റെ ജോലി, സകലതും അതിന്റെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് വെറുതെ തന്നിരിക്കുന്ന കുറെ പാക്കേജിന്റെ കൂടെ തന്നിരിക്കുന്ന കുറെ അലങ്കാരപ്പണികൾ മാത്രമേ ഉള്ളൂ. അത് മതിയോ? അതോ മെയിൻ സാധനമാണോ? നിത്യജീവന ഏറ്റവും വലുത്. ദൈവത്തോട് സംസാരിക്കാവുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ജീവൻ ഉണ്ടാകുവാനാണ് തന്നിരിക്കുന്നത്. ഇത് മുഴുവൻ വെച്ചിരുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആക്സസബിൾ ആയിട്ട് വെച്ചിരുന്ന ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അവിടെ വെച്ച് ഈ ജീവൻ തരാനല്ല കർത്താവ് പറഞ്ഞത്, ഇത് കൊടുക്കരുതെന്ന്. ഹല്ലേലൂയ. ഇതിന്റെ സംശയം എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ ഈ ജീവൻ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു ഇവിടെ ഒന്ന് പറയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഒന്നെടുത്തേ. ജീസസ്. ഹല്ലേലൂയ. ഉൽപ്പത്തി 3. അതിന്റെ ഒരു മിനിറ്റ് നോക്കിയെടുക്കട്ടെ അതിന്റെ വാക്യം. ഇല്ല ബ്രദറെ, ഞാൻ പറയാം. 3:22 വായിച്ചു. 3:22. 3:22. യഹോവ മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു.
ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. കണ്ടോ, എന്നേക്കും ജീവിക്കാനുള്ള പ്രൊവിഷൻ കിട്ടാവുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം അവിടെ അവൈലബിൾ ആയിരുന്നു. ഇവിടെ വെച്ച് ദൈവം പറയുന്നത് എന്താണ്? ഇവൻ എന്നേക്കും ജീവിക്കരുത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? എന്നേക്കും ജീവിക്കരുതെന്ന് തടഞ്ഞ ഒരു ദൈവമുണ്ട്. ഒരിക്കലും ഈ മനുഷ്യൻ എന്നേക്കും ജീവിക്കരുതെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ട് യേശു വന്നപ്പോ പറയാ, ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. ഈസ് ഇറ്റ് കോൺട്രഡിക്ടറി? In one place he says that they should not live forever, and the same God later says that I came to give you life and the life in abundance. Hallelujah. കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെയാണ് ദൈവ പദ്ധതിയുടെ അല്ലെങ്കിൽ that magnificent plan of God is getting revealed here. Thank you, Jesus. Hallelujah. നിങ്ങൾ ഇതിൻ്റെയൊക്കെ മർമ്മം നമ്മൾ ഈ പലപ്പോഴും ഉണ്ടല്ലോ, ഈ പണ്ടൊക്കെ പള്ളി പോയിക്കൊണ്ടിരുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ പലതും കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ റെവലേഷൻസ് പലതും ഒക്കെ അവിടെ പറയുന്നുണ്ട്. പണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാന്നൊരു പാട്ടുണ്ട്, എത്ര പേര് അത് കേട്ടിട്ടുണ്ടാകും? ഈ എപ്പിസ്കോപ്പൽ ചർച്ചിലുള്ളവർക്ക് അറിയാം. പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീ നാൾ നിൻവായിൽ. കേട്ടിട്ടുണ്ടോ? പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഒരു ഫലം, അത് ഇന്ന് ഞാൻ നിന്റെ വായിൽ വെക്കുക എന്ന് ബാപ്റ്റിസം കൊടുക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് അത് കൊടുക്കുമ്പോൾ പറയുന്നു. അപ്പൊ പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഒരു ഫലം ഉണ്ടായിരുന്നു. അതേതാണ്? ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്. സ്നാനപ്പെടുമ്പോൾ നിനക്ക് ഞാൻ ഈ ഫലം തുറന്നു തരിക. ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്, അതായത് നിത്യജീവൻ, മനുഷ്യൻ അന്ന് അവിടെ അവൈലബിൾ ആണ്. പക്ഷേ മനുഷ്യൻ പാപത്തിനകത്ത് വീണ സമയത്ത് പിതാവിന് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ഇനി കൈ നീട്ടി നിത്യജീവന്റെ ഫലം പറിച്ചു തിന്നാൽ there will not be any chance to redeem him back to the power. മനസ്സിലാവുന്നുണ്ടോ? തിരിച്ചെനിക്ക് എൻ്റെ മക്കളെ തിരിച്ചെടുക്കാൻ പിന്നെ വഴിയില്ല. സോ ഐ ഹാവ് ടു കാസ്റ്റ് ദം ഔട്ട്. നമ്മളൊക്കെ വിചാരിക്കും, ഒരു പഴം തിന്നുകൊണ്ടല്ലേ ഈ ദൈവം അവിടുന്ന് ആദാമിനെ ഹവ്വയും പുറത്താക്കി, അതുകൊണ്ടല്ലേ ഞാനും നീ കിടന്ന് അനുഭവിക്കുന്നത്. പലർക്കും തോന്നിയിട്ടില്ലേ? അവര് കാണിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ നമുക്ക്? ആദാമും ഹവ്വയും കാണിച്ചതിന് നമ്മൾ എന്ത് കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? കർത്താവ് വന്ന അവിടുന്ന് എന്തുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ, അല്ലെങ്കിൽ അവരെ മാത്രം ഇറക്കി വിട്ടിട്ടൊക്കെ എന്നാൽ കായൻ ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഹാബേൽ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പൊക്കൂടായിരുന്നു. പക്ഷെ ദൈവം എന്താ പറഞ്ഞത്? ഇവൻ പാപം ചെയ്ത് ഇനി ഇവനെ നിർത്തിയാൽ ഇവൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ അവൻ നിത്യജീവനിൽ നരകത്തിൽ എന്നും നിൽക്കും. ഐ വോണ്ട് ടു റിഡീം ദം. അവസാനം ഒരു ചാൻസ് കിട്ടാനായിട്ടാണ് പറഞ്ഞത്, ഇന്ന് ഇവനെ ഏതനി നടക്കണം. ഈ ഫലം കൂടെ തിന്നിട്ട് എനിക്കിനി ഇവനെ തിരിച്ച്, എൻ്റെ മക്കളെ തിരിച്ച് ആ പഴയ സ്റ്റേജിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഇനി ഒരു പദ്ധതി എനിക്ക് ഉണ്ടാക്കണം. അതിന് അവൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റും. ഹല്ലേലൂയ. അന്ന് അവിടെ നിന്ന് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതെ ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് യേശുവേ എന്ന് വിളിച്ച് എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ എന്ന് പറയുന്ന ഗിഫ്റ്റ് നമ്മുടെ കയ്യിലേക്ക് യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വാങ്ങിച്ച് പിതാവ് നമുക്ക് വിലയ്ക്ക് വാങ്ങിച്ചു തന്നു. ഹല്ലേലൂയ. ആ ഒരു ചാൻസിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളെ ഓരോരുത്തരും, ഇന്ന് നമ്മൾ ഭൂമിയിൽ ആദാമിന്റെ പാപവുമായിട്ട് ജനിച്ച ഓരോരുത്തരോടും കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിന്നെ വെറുതെ വിടാനല്ല, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം നിത്യജീവൻ എന്ന് പറഞ്ഞ പണ്ട് നിനക്ക് തരാതെ പോയൊരു കാര്യമുണ്ടല്ലോ, അത് ഞാൻ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യും. അത് ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാൻ എന്തിനാണോ നിന്നെ സൃഷ്ടിച്ചത്, ഈ ഭൂമി മുഴുവൻ വാഴാൻ, സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ ഇരുന്ന് സന്തോഷത്തോടെ വാഴാൻ, അധികാരത്തോടെ ഇരിക്കാൻ, മക്കൾ എന്നുള്ള അവകാശത്തോടെ ഇരിക്കാൻ നിനക്കും എനിക്കും വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരുന്നത് യേശുക്രിസ്തു മുഖാന്തരം തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് കർത്താവ് പറയാം, കം ടു മീ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ച ആ നിമിഷം കർത്താവ് പറയാ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാനും സമൃദ്ധിയായിട്ട് നൽകുവാനും അത്രേ. അന്ന് തരാതെ വിട്ടതുണ്ടല്ലോ, ഇന്ന് എന്നിൽ കൂടെ, എന്നെ വിശ്വസിച്ചതിൽ കൂടെ നിത്യജീവൻ എന്ന് പറഞ്ഞ അന്ന് ഞാൻ അവിടെ നിന്ന് മാറ്റി നിർത്തിയ ഒരു കാര്യം, അന്ന് ഞാൻ തരാതെ വിട്ട കാര്യം ഇന്ന് നിനക്ക് തിരിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ എന്ന് പറയുമ്പോൾ ആദാമിനെ മിസ് ചെയ്തിരുന്നത്, ആദാമിന് കൊടുക്കാതെ വിട്ടിരുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കർത്താവ് തിരിച്ച് റീഇൻസെറ്റ് ചെയ്തുകൊണ്ട് പറയുക, ഓ ഹല്ലേലൂയ. ഇന്ന് ഏദനിലല്ല, ഏദൻ തോട്ടത്തിലല്ല ഇരുത്തിയിരിക്കുന്നത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിക്കൊണ്ട് കർത്താവ് പറയാ, അബൈഡ് ഇൻ മീ, സിറ്റ് വിത്ത് മീ ആൻഡ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് മീ. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. എത്ര വലിയ പദവിയാ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ കിടന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വട്ടം കറമ്പോ കർത്താവ് പറയാ, ഓ നോ 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 നോ, ഡോണ്ട് വറി അബൌട്ട് ദോസ് തിങ്സ്, കം ടു മീ. എന്റെ കൂടെ ഇരുന്നേ, എന്റെ കൂടെ കൂട്ടായ്മ ആചരിച്ച് നമുക്ക് ഉയരത്തിൽ ഇരുന്ന് താഴോട്ട് നോക്കാം. താങ്ക് യു ജീസസ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഇന്ന് നിത്യജീവൻ ആദാമിന് കിട്ടാത്തത്, ആദാമിന് ഹവ്വായ്ക്ക് മുഴുവൻ പൂർണ്ണതയോടെ ഉണ്ടാക്കി ഇന്നും അവർക്ക് ലഭിക്കാതെ പോയ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് തന്നിട്ട് കർത്താവ് പറയുക, ഇന്ന് എന്റെ കൂടെ ഇരിക്കും. എത്ര പേർ റെഡിയായിരുന്നു പരിശുദ്ധാത്മാവിനോടൊന്ന് പറഞ്ഞിട്ട്, കർത്താവ് എനിക്ക് അവിടെ ഇരുന്നാൽ മതി, ഈ താഴെ ഇരിക്കണ്ട, എനിക്ക് അവിടെ ഇരുന്നാൽ മതി എന്ന് എത്ര പേര് പറയും? ഈ ഒരു പ്രൊമോഷൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഓ റീഖാ ബാബാ ഷാറാ ബാബ നേരത്തെ പറഞ്ഞ പോലെ ആ ബന്ധത്തിൽ കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ല, പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവ് എനിക്ക് അവിടെ ഇരുന്നാൽ മതി. കൊച്ചു കുഞ്ഞുങ്ങൾ പലപ്പോഴും പറയത്തില്ല, എനിക്ക് ഇവിടെ ഇരിക്കേണ്ട, അവിടെ ഇരിക്കണം. ഹല്ലേലൂയ. എനിക്ക് താഴെ ഇരിക്കേണ്ട, മുകളിൽ ഇരിക്കണം എന്ന് നമ്മളെ കയറ്റി ഇരുത്തത്തില്ലേ? അതുപോലെ എന്നൊന്ന് പറഞ്ഞ്, പിതാവെ എനിക്ക് ഈ താഴെ ഇരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ എനിക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങൾ കാണണം. ഒരു പ്രൊമോഷൻ എത്ര പേർ റെഡിയാ? പറഞ്ഞു എനിക്ക് ആ പ്രൊമോഷൻ വേണം. കർത്താവെ താഴത്തെ ചെറിയ സാധനത്തിൽ ഞാൻ കുറെ ഇരുന്നു, കുറെ കരഞ്ഞു, കുറെ മതിയായി, ഇതെല്ലാം വിട്ടിട്ട് എനിക്ക് അവിടെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. dwell in heaven and live in earth. അവിടെ ഇരുന്നോണ്ട് ഞാൻ എൻ്റെ കാല് മാത്രമേ ഇവിടെ, ഞാൻ മുകളിൽ നിന്നുകൊണ്ട് കാണും സകലതും. താങ്ക് യു ജീസസ്. മുകളിൽ ഇരുന്നോണ്ടൊന്ന് നോക്കി, ഇന്ന് എന്താ അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് തന്നെ ഒന്ന് നൂർന്നിരുന്നിട്ട് പറഞ്ഞേ, ഹല്ലേലൂയ കർത്താവെ നീ മുകളിലോട്ടൊന്ന് കയറിയിരിക്കുക. എത്ര പേരൊന്ന് കയറിയിരിക്കാൻ റെഡിയാ? മുകളിലോട്ട് കർത്താവിന്റെ കൂടെ ഒന്ന് കയറി ഇരുന്നിട്ടൊന്ന് പറഞ്ഞു, കർത്താവെ ഇനി ഞാൻ താഴോട്ട് നോക്കാൻ പോവാ. മുകളിലോട്ടൊന്ന് ശരിക്കൊന്ന് കയറി ഇരുന്നിട്ട് പറഞ്ഞു, കർത്താവെ ഇന്ന് ഞാൻ ആ സീറ്റിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരുന്ന് താഴോട്ട് നോക്കുന്നു. താഴോട്ട് നോക്കുമ്പോൾ ചെറിയതായിട്ടാണോ ബാക്കിയൊക്കെ കാണുന്നത്? പ്ലെയിനിൽ ഇരുന്ന് നോക്കുമ്പോൾ എന്തായാലും ചെറുതായിട്ടല്ലേ താഴെ സാധനങ്ങൾ കാണുന്നത്? ആണോ? പ്ലെയിനിൽ ഇരുന്ന് നോക്കുമ്പോൾ CN ടവർ ഇത്രയല്ല ഉള്ളൂ, ആണോ? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഇരുന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നം എത്രയും ചെറുതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഉയരത്തിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കും, സ്വർഗീയ സ്ഥലത്തിരുന്നുകൊണ്ട് താഴോട്ട് നോക്കും. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൂടെ അതേ സീറ്റിൽ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ഹല്ലേലൂയ. ഒന്നെടുത്തേ, 3:1. താങ്ക് യു ജീസസ്. പേജൊന്നും അറിയുന്നില്ല. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഓ ഹല്ലേലൂയ. എന്ന് ഉയർത്തെഴുന്നേറ്റ് എത്ര പേരുണ്ട്? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ സ്നാനപ്പെട്ട ഓരോരുത്തരും ഒന്ന് വിളിച്ചത്, ഞാൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നെങ്കിൽ. എവിടെ ഇരിക്കുന്നേ? താഴെയാണോ ഇരിക്കുന്നത്? ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ഉയരത്തിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ എന്റെ യേശു എവിടെ ഇരിക്കുന്ന? ഉയരത്തിൽ ഇരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. കാരണം ഞാൻ ഇരിക്കുന്ന എവിടെ? ഞാൻ അവനോട് കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു പറയുന്നെങ്കിൽ ഞാനും ഉയരത്തിലായിരിക്കുന്നത്. ഞാൻ ഇനി താഴത്തെ കാര്യം അന്വേഷിക്കണം, മുകളിലത്തെ കാര്യം അന്വേഷിക്കണം. ഇരിക്കുന്നിടത്തെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞു. സ്വന്തമായിട്ട് തന്നെ പറഞ്ഞേ, ഇരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ അവിടുത്തെ കാര്യം അന്വേഷിക്കാൻ പറ. ഇരുത്തിയിരിക്കുന്നിടത്തെ കാര്യം അന്വേഷിച്ച് താഴത്തെ കാര്യം അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏതെങ്കിലും കമ്പനിയുടെ CEO അവിടെ ആ ഓഫീസിൽ ചായപ്പൊടി തീർന്നെന്ന് അന്വേഷിക്കൂ? സുന്ദർ പിച്ചെ എല്ലാ ദിവസവും ഗൂഗിളിൽ പോയി അവിടുത്തെ ടീ ബാഗ് തീർന്നെന്ന് അന്വേഷിക്കൂ? ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ നാളെ എന്തോ ചെയ്യുമെന്നുള്ള കാര്യം ഞാനും അന്വേഷിക്കണം. പറഞ്ഞേ, അതിനേക്കാൾ ഉയർന്ന പൊസിഷനിൽ എന്നെ ഇരുത്തി.
എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ നല്ലതാ എല്ലാം ചെയ്യണം, പക്ഷെ അവരെ അതിനുവേണ്ടി ബോധർ ചെയ്യണോ? ഞാൻ ഇരിക്കുന്നത് ഉയരത്തില ഒന്ന് പറഞ്ഞേ. ചെറിയ കാര്യങ്ങളെ പറ്റി ഞാൻ ബോധർ ചെയ്യണ്ട. ഞാൻ ഇരിക്കുന്നത് ഉയരത്തിലായതുകൊണ്ട് അത് നടത്തിയെടുക്കാൻ വേണ്ട വഴികളെ അറേഞ്ച് ചെയ്യാൻ എൻ്റെ പിതാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം നിനക്ക് വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ പ്രൊവിഷൻ ഉണ്ട്. ഞാൻ ഇരിക്കേണ്ടിടത്തിരുന്നാൽ മതി. ഇരിക്കേണ്ടിടത്തിരുന്ന് ഇരുത്തിയിരിക്കുന്നത് മാത്രം ചിന്തിക്കുക. ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ സ്റ്റാൻഡേർഡിലുള്ളത് ചിന്തിക്കുക, താഴത്തെ ചിന്തിക്കണ്ട. ഹല്ലേലൂയ. ഈ രാജ്യത്ത് ഒന്നും ഇതുവരെ സെറ്റിലായില്ല, കർത്താവ് വന്നിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്നൊരു ചെറിയ സംശയം തോന്നെങ്കിൽ പറഞ്ഞേ, ഇരുത്തിയിരിക്കുന്നത് മുകളില. പറഞ്ഞേ, ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് ഞാൻ ചിന്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറക്കേണ്ട വാതിലൊക്കെ കറക്റ്റ് സമയത്ത് തുറക്കേണ്ടതും കിട്ടേണ്ടതും കർത്താവ് ഒരിടത്തും ലേറ്റ് ആക്കത്തില്ല, തക്ക സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആരുടെ കേസിലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആരോ നഴ്സിംഗ് എക്സാം എഴുതിക്കൊണ്ടുവന്ന ആരോ ആ ഒരു ചാൻസ്, ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാതെ വന്നപ്പം കംപ്ലൈന്റ് പറഞ്ഞ സമയത്ത് കർത്താവ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ജോലി ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ പണിയുന്നേ ഉള്ളൂ, അതുകൊണ്ട് അത് പണി തീർന്നിട്ടേ പാസ്സാവുള്ളൂ, അവിടെ തന്നെ ജോലിയും കിട്ടുമെന്ന് പറഞ്ഞിടത്ത് തന്നെ കിട്ടിയവരുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ, ഞാൻ വർക്ക് ചെയ്യേണ്ട സ്ഥാപനം പണി തുടങ്ങുന്നെങ്കിൽ ഇന്ന് എനിക്കത് തീർന്നില്ലെങ്കിൽ കാര്യം അത് പണി തീർന്നിട്ടേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. കാര്യം ഞാൻ അവിടെ ചെല്ലേണ്ട ആളാ. ഹല്ലേലൂയ. ഞാൻ ഉയരത്തിലേത് ചിന്തിക്കും. ഒന്ന് പറഞ്ഞ, ഇരുത്തിയിരിക്കുന്നിടത്തേത് ഞാൻ ചിന്തിക്കും, താഴത്തേത് ഞാൻ ചിന്തിക്കുന്നില്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിടെ കുറച്ച് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ആവേണ്ടതല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇരിക്കുന്നിടത്തേത് ചിന്തിക്കണം. പിതാവിന്റെ സ്റ്റാൻഡേർഡിൽ, പുത്രന്റെ സ്റ്റാൻഡേർഡിൽ, പരിശുദ്ധാത്മാവിന്റെ സ്റ്റാൻഡേർഡിൽ ഞാൻ ചിന്തിക്കുമെന്ന് പറഞ്ഞു. ഈ രാജ്യത്ത് എന്നെ അയച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യത്തിനകത്ത് നിൽക്കാനല്ല, അനേകർക്ക് അനുഗ്രഹമാകുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാൻ. അതൊരു ജോലിയിലാണെങ്കിലും അതൊരു വ്യക്തിയായിട്ട് നിൽക്കുകയാണെങ്കിലും അനേകർക്ക് ഞാൻ അനുഗ്രഹമായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അനേകം കുടുംബങ്ങൾക്ക് ഞാൻ അനുഗ്രഹമായി. ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നിടത്ത് എന്താ കാര്യം നടക്കുന്നതെന്ന് അറിയാമോ? ജാതികൾ നിങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കും. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജാതികൾ റെഡിയായിട്ട് നിൽക്കും. വേറെ ആളുകൾ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി റെഡിയായി നിങ്ങളുടെ കൂടെ വരും. അത് ഏത് സമയത്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് they will intervene. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ റെക്കമെൻഡേഷന് വേണ്ടി നിങ്ങൾ ആരുടെയും പുറകെ പോകേണ്ടി വരത്തില്ല. നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റെക്കമെൻഡേഷൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും. ആമേൻ. ഫേവർ അവിടെ നിന്ന് ഇറങ്ങി വരും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റക്കായി പോയി, എൻ്റെ കാര്യങ്ങൾ കർത്താവെ അനേകം ആൾക്കാരുള്ളതാ, ഞാൻ എങ്ങനെ ഇതിനകത്തൊരു എനിക്കൊരു ബ്രേക്ക് ത്രൂ കിട്ടും എന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുന്നിടത്ത് എനിക്കുള്ള ഫേവർ സ്വർഗത്തിൽ നിന്ന് ആ സെക്കൻഡിൽ അവിടെ ഇറങ്ങി വരുന്നത് ഞാൻ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ ചെറുത് ചെയ്ത് വിടുന്ന ഒരു കർത്താവല്ല, 2 പടക് നിറച്ചവൻ ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മക്കൾ ഏറ്റവും നന്നായി നടക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു പിതാവാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിനും മുട്ടുണ്ടാകത്തില്ല, നിശ്ചയം. ഹല്ലേലൂയ. ഞാനിത് സ്റ്റുഡൻസിനോട് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം, ഒരിക്കലും ബോദർ ചെയ്യരുത്. നിങ്ങളുടെ ഫീസിനെ പറ്റി 10 ദിവസം മുമ്പേ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഹി ഈസ് ദ പ്രൊവൈഡർ, ഹി സെന്റ് യു. നിങ്ങളല്ല ഇവിടെ വന്നത്, നിങ്ങളെ അയച്ചത് കർത്താവാണെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് നിങ്ങൾ ടോയിൽ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാനല്ല. കർത്താവ് എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടക്കും, ഞാൻ എങ്ങനെ ഫീസ് അടയ്ക്കും, നെവർ ബോദർ അബൌട്ട് ഇറ്റ്, നെവർ ബോദർ. ഹി വിൽ പ്രൊവൈഡ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് അറ്റസ്റ്റ് ചെയ്തൊരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരൊറ്റ സ്റ്റുഡൻസ്, ഇത് കേട്ടിരിക്കുന്ന ഒരൊറ്റ സ്റ്റുഡൻസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ
You will never feel any lacking in anywhere. Hallelujah. Because he sent you. കർത്താവ് നിങ്ങളെ അയച്ചു. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും ഇവിടെ അയച്ചിരിക്കുന്നത് ഈ രാജ്യത്തിനൊരു അനുഗ്രഹമാകാൻ, ഈ രാജ്യത്ത് അനേകർക്ക് അനുഗ്രഹമാകാൻ. ഹെവൻലി ഫീസ്റ്റിൽ നിന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിൽ കൂടെ അനേകർ. അത് ഏത് വഴി കൂടാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളെ കൊണ്ടൊരു സഹായത്തിൽ കൂടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു നന്മയിൽ കൂടായിരിക്കും. പക്ഷെ അനേകർ നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവവചനത്തിൽ കൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. ഒരു സമയത്ത് നിങ്ങൾ കേൾക്കും, നിങ്ങളെക്കാൾ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് ഇൻഡെപ്റ്റഡ് ആയിട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്നും ജീവനോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ആക്സസ് കിട്ടാത്ത ഒരാൾ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, ലോകത്തിൽ അറിയപ്പെടുന്ന ഉന്നതർ, ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ അടുക്കലേക്ക് കയറി പോകാൻ പോലും ആക്സസ് ഇല്ലാത്തവരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് താങ്ക്സ് പറയാൻ ഒരു ദിവസം വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തികളെ കാണാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആക്സസ് കിട്ടത്തില്ലെന്ന് പറയുന്നു. ആ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് താങ്ക്സ് പറയാനായിട്ട് അവരുടെ ഇന്റൻഷനിൽ അവർ തന്നെ പ്ലാൻ ചെയ്ത് വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ആ ലെവലിൽ ചെയ്യാൻ മതിയായവനാ എൻ്റെ കർത്താവ്. ഞാൻ ഇരിക്കുന്നിടത്തിരുന്നാൽ, ഞാൻ ഇരിക്കേണ്ടത് ചിന്തിക്കേണ്ടതാ, ഇരിക്കുന്നിടത്ത് ഇത് ചിന്തിച്ചാൽ എനിക്ക് വേണ്ടി അത് തുറക്കും നിശ്ചയം. കാരണം ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും എൻ്റെ മേൽ കൃപ ചെയ്തൊരു കർത്താവ്, അതിനുള്ള പെർമിഷൻ തന്ന കർത്താവ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് അതെനിക്ക് സാധിക്കും. വിശ്വാസത്തോടൊന്ന് പറഞ്ഞു, എന്നെ ഇരുത്തിയിരിക്കുന്ന ഉയരത്തിൽ. ആ പ്രൊമോഷനിൽ കയറിയ നമുക്ക് ഓരോരുത്തർക്കും ഒന്നുകൂടെ വീണ്ടും ആ സീറ്റിലൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ഉറച്ചിരുന്നിട്ട് പറഞ്ഞു, ഈ പലപ്പോഴും ഈ എന്താ പറയുക, നമുക്ക് അർഹതപ്പെടാത്തടത്ത് ഇരിക്കുമ്പോൾ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാദ്യം അല്ലേ? ഹല്ലേലൂയ. സ്വർഗത്തിലൊക്കെ ഇരിക്കാന്ന് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. യേശു അന്നേരം അവിടെ നിന്ന് പറയുന്നതേ ഉള്ളൂ, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് എന്നെ കയറ്റി ഇരുത്തിരിക്കുക, ഇനിയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കും. നമ്മൾ പലരും യേശുവിന് ടെൻഷൻ കൊടുക്കുന്ന പരിപാടിയാണ്. ഇരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്ക് ഓടുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അവിടെ ഉറച്ചിരുന്നുണ്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കാൻ എനിക്ക് യോഗ്യത തന്ന ആരാ തന്നെ? യേശു തന്ന യോഗ്യതയില്ല. ഞാൻ അവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന യേശുവാണ്. ഞാൻ ഇരുത്തിയിടത്തുനിന്ന് ഇരുന്നല്ലോ, താങ്ക് യു ജീസസ്. ധൈര്യത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ് എന്നെ പ്രൊമോട്ട് ചെയ്തു. ഞാൻ ഇരിക്കേണ്ടിടത്തായി ഇരിക്കുന്നത്. ഇനി ഉയരത്തിൽ ഇരുന്നുകൊണ്ട് താഴോട്ടേ നോക്കുന്നുള്ളൂ. ചെറിയ ചെറിയ പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ കൊളുത്തി വലിക്കാൻ വരുമ്പോൾ പറയണം, നമ്മൾ പറയുന്നത് പണ്ടൊക്കെ പറയത്തില്ല, തരത്തിൽ പോയി കളിക്കണോ, കേട്ടിട്ടുണ്ടോ? ഈ ചെറുതൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് പറഞ്ഞാൽ തരത്തിലൊക്കെ പോയി കളിക്കും, ഇവിടെ ഇരിക്കുന്നത് വേറെ സ്ഥലത്താന്ന് പറ. ഹല്ലേലൂയ. ചെറുതിനകത്തൊന്നും പിടിക്കാൻ പോകണ്ടെന്നാ പറയുന്നത്. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളെയും അടച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പ്രൊമോട്ട് ചെയ്തിടത്തൊന്ന് ഇരിക്കാൻ, ആ ഉയരത്തിലിരിക്കാൻ, ആ ജീവ പദ്ധതി കർത്താവെ ആദാമിന് നഷ്ടപ്പെട്ടത് അത് യേശു മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണാൻ, ആ പ്രശ്നം കണ്ടുകൊണ്ട് നടക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരിക്കാനുള്ള കൃപ എനിക്ക് വേണം. നമുക്കൊക്കെ ഉണ്ടാ ബലഹീനത, നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോകും. ഭാരവും പ്രയാസവും ഒക്കെ വരുമ്പോൾ നമ്മൾ കലങ്ങിപ്പോകും. നിന്റെ കൃപ എനിക്ക് വേണം എന്ന് പറഞ്ഞ് കർത്താവെ കൃപ വേണം. ആ കൂട്ടായ്മയ്ക്കകത്ത് എനിക്ക് ഇനി നിൽക്കാൻ കൃപ വേണം. കെട്ടുപോയി എന്ന് ഞാൻ കരുതിയ അതെല്ലാം വീണ്ടും തിരിച്ചെനിക്ക് ഒന്നുകൂടെ ഒന്ന് റീകിൻഡിൽ ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് ഊതി കത്തിച്ച് ജ്വലിപ്പിച്ചെടുക്കണം. എന്നെ നന്നായിട്ട് അറിയാവുന്ന കർത്താവ്, ഓ യേശു, he knows you very well. നമ്മൾ പലരുടെയും മുമ്പിൽ നാണം കെടാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കഴിവ് കുറവുകളൊക്കെ മറച്ചു പിടിച്ചതൊക്കെ നന്നായിട്ട് അറിയാവുന്ന യേശു. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ ഈ നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും നാണം കെട്ടുപോകും.
നമ്മുടെ പല കഴിവ് കുറവുകളെയും നമ്മൾ മറച്ചു പിടിച്ചാകും. എന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകർ അത് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. ഹൈഡ് ചെയ്ത്, നിങ്ങൾക്ക് ഇന്നതൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കഴിവ് കുറവുകളുണ്ട്, ഇന്ന വീക്ക്നെസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് മറച്ചു പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പ് നല്ലതായിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നു. പക്ഷെ അതിന്റെ സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതിന്റെ ഒരു ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട്. കർത്താവേ, ഈ കുറവൊക്കെ എനിക്കുണ്ടല്ലോ, എങ്ങനെയൊക്കെയോ ഞാൻ ആളുകളുടെ മുമ്പിൽ അതൊന്നും എക്സ്പോസ്ഡ് ആവാതെ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ പോകുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ ഇന്ന് കേൾക്കുന്നുണ്ട്. ഒരു ഭാരവും അതിലെടുക്കരുത്. കാരണം യേശു പറയുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. മാതാപിതാക്കൾ അറിയുന്നതിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ പേര് ചൊല്ലി വിളിച്ചതാണ്. സകലതും എൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ടാണ്. എൻ്റെ എല്ലാ കഴിവ് കുറവുകളെയും ഇന്നും എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ലതായിട്ടൊക്കെ മാനേജ് ചെയ്തു. പക്ഷെ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഉള്ളിലുള്ള കുറവുകൾ, അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പല കുറവുകളും എനിക്കിതൊക്കെ അറിയാം. കർത്താവ് പറയും, ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ഞാൻ നിന്നെ എടുത്തത്, ഇതൊക്കെ അറിഞ്ഞോണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഭാരം ഒന്ന് വിട്ടിട്ട് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാൻ പോകണ്ട, ആരുടെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്യണ്ട. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ലെറ്റ് മീ ആൻ ഓപ്പൺ ബുക്ക്. ഞാൻ വേറെ ഒന്നും നോക്കണ്ട കർത്താവെ, നിന്റെ സ്നേഹം മതി എനിക്ക്. ഈ ലോകത്തിന്റെ മുമ്പ് ഞാൻ ആരാണെന്ന് കാണിക്കാൻ. യേശുവിന് മുൾമുടി കൊടുത്തത് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം ഞാൻ ചപ്പും ചവറുമെന്ന്. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കർത്താവിന്റെ മഹത്വം എൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ ഞാൻ അനേകർക്ക് അനുഗ്രഹമായി തീരും. ഈ രാജ്യത്ത് ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും, എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും, എൻ്റെ വീട്ടിൽ ഞാൻ ഒരു അനുഗ്രഹം, എൻ്റെ മക്കൾക്ക് ഞാൻ അനുഗ്രഹം, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അനുഗ്രഹമാണ്, എൻ്റെ ഭർത്താവിന് ഞാൻ അനുഗ്രഹം. ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ സകലർക്കും അനുഗ്രഹമായി തീരും. എന്നെ കാണുന്നവർ സന്തോഷിക്കാൻ തുടങ്ങും. ഞാൻ ചെല്ലുന്നിടത്ത് സമാധാനം, സന്തോഷം. ഞാൻ ചെല്ലുന്നിടത്ത് ആർക്കും ഒരു ഭാരമല്ല തോന്നുന്നത്. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സമാധാനം, ഞാൻ ചെല്ലുന്നിടത്ത് ഒരു ഗ്ലോറി വെളിപ്പെടുന്നത്, ഞാൻ ചെല്ലുന്നിടത്ത് സന്തോഷം വ്യാപരിക്കുന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ നിങ്ങളുടെ വീട് മുഴുവൻ സന്തോഷിക്കുന്ന, മക്കൾ സന്തോഷിക്കുന്ന, ഭാര്യ സന്തോഷിക്കുന്ന, ഭർത്താവ് സന്തോഷിക്കുന്നത്. ഓ ഹല്ലേലൂയ. ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ ബാക്കി സ്റ്റുഡൻസ് സന്തോഷിക്കണം. ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ടോട്ടൽ ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾ വരുമ്പോഴെന്നൊക്കെ ആൾക്കാർ പറയുന്നെങ്കിൽ അത് ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നത് എൻ്റെ വീട്ടിനകത്ത് സമാധാനം, എൻ്റെ ജീവിത പങ്കാളിയുടെ അടുക്കൽ എനിക്ക് സമാധാനം, എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ എനിക്ക് സമാധാനം. താങ്ക് യു ജീസസ്. ലെറ്റ് ദ ഗ്ലോറി ഗെറ്റ് മാനിഫെസ്റ്റഡ്. അതോടുകൂടെ എൻ്റെ ബാക്കിയുള്ളവരൊക്കെ സമാധാനത്തിലായിരിക്കും. എന്താ സംഭവിക്കുന്നത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ചെല്ലുന്നിടത്ത് സമാധാനമാണെങ്കിൽ അവരിൽ നിന്നുള്ള സമാധാനം നമ്മളിലോട്ട് വരും. When I started radiating this feeling among others, love, joy and everything, that will reflect back to me. Hallelujah. ഞാൻ നിൽക്കുന്നിടത്ത് സമാധാനം എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ സമാധാനം. ഞാൻ വീട്ടിൽ നിന്ന് അത് തുടങ്ങുന്നുണ്ട്. സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോഴൊക്കെ സമാധാനം വന്നിട്ട് കാര്യമില്ല. വീട്ടിനകത്തൊന്നും തുടങ്ങും. ഒന്ന് പറഞ്ഞേ, ഞാൻ നിൽക്കുന്നിടത്ത് സമാധാനം ഉണ്ടാവും. താങ്ക് യു ജീസസ്. എൻ്റെ എല്ലാ കുറവും അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന യേശുവിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ആ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്നൊന്ന് മാറട്ടെ. പറഞ്ഞേ, കർത്താവേ, എൻ്റെ എല്ലാം അറിയാമല്ലോ. കർത്താവിനോട് തന്നെ ഒന്ന് പറഞ്ഞു, കർത്താവ് എൻ്റെ എല്ലാം അറിയാമല്ലോ, ഇതറിഞ്ഞോണ്ടല്ലേ സ്നേഹിച്ചത്. എങ്കിൽ ഞാൻ അവിശ്വസിച്ചതും വിട്ടുപോയതും എന്തെല്ലാം ഉണ്ടല്ലേ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ കഴിഞ്ഞൊരു 15 മിനിറ്റ് നേരം, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിന് കയറുന്നതിന്റെ 15 മിനിറ്റ് നേരം ചിന്തിച്ചത് മാത്രം നോക്കിയാൽ നരകത്തിൽ ഇടാനുള്ളതിന്റെ 100 മടങ്ങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. പക്ഷെ കൃപയാൽ ഇന്നും എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുണ്ട്. നീ പറഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനവാനും ലാസറും ഒക്കെ കണക്ട് ചെയ്ത് കിടക്കുക. അത് പിന്നെ പറയാം. ഹല്ലേലൂയ. എല്ലാം കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തിട്ട് കർത്താവ് കൃപയാൽ നിൽക്കുന്നു. എന്റെ കൃപ അത് മാത്രം മതി, ആ സ്നേഹം മതി. ഇരുത്തിയിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുക. ആ ബോധറേഷൻ ഒക്കെ എന്നിൽ നിന്നും മാറിപ്പോയി. മുഴുവൻ കർത്താവെ, ആ മുഴുവൻ കാര്യങ്ങളിലും കൃപ എന്നിൽ നിന്നറിയാൻ ഞാൻ എന്നെ തന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഇത് വേറെ ആരെങ്കിലും സഹായിച്ചിട്ടല്ല ഏൽപ്പിക്കുന്നത്. ഇത് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ഒരു പേഴ്സണൽ മാറ്ററായി
ഇടയ്ക്കൊരു പാസ്റ്ററോ ഒരു അച്ഛനോ ബ്രദറോ ഒന്നും കയറി നല്ലത് ചെയ്യേണ്ടി. നിങ്ങളും യേശു, ഞാനും യേശു എന്ന് പറഞ്ഞു. ഇതൊരു പേഴ്സണൽ അഫെയറിന്റെ ടൈം. ഇതൊരു ഒരു പേഴ്സണൽ അപ്പോയിന്റ്മെന്റ്, വേറെ ആരുമില്ല. ഇറ്റ്സ് എ ക്ലോസ് ഡോർ തിങ്. ഹൃദയം കൊണ്ട് ബാക്കി എല്ലാം ഒന്ന് അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ. മക്കളെയും നിങ്ങളുടെ പേരൻസിനെയും ഒക്കെ അങ്ങ് ഇറക്കി വിട്ടേ ആ റൂമിൽ നിന്ന്. ദിസ് ഇസ് എ പ്രൈവറ്റ് മൊമെന്റ് ബിറ്റ്വീൻ യു ആൻഡ് ജീസസ്. ഹല്ലേലൂയ. എല്ലാ വാതിലും അതാ ഇന്നർ ചേംബർ. ബാക്കി എല്ലാവരെയും ഇറക്കി വിട്ട് നിങ്ങളും കർത്താവും മാത്രം. പേഴ്സണൽ ടൈം. ഇനി ആ മുഖത്തോട്ട് നോക്കി, വേറെ ആരുമില്ല, യേശു നിങ്ങളും മാത്രം. ബാക്കി എല്ലാം മറന്നേരം. ഡോർ അടച്ചു, ബാക്കി എല്ലാവരെയും ഇറക്കി വിട്ട് ഇപ്പൊ യേശു നിങ്ങൾ മാത്രമേ ഉള്ളൂ. മുഖത്തോട്ട് നോക്കി യേശുവിനോട് പറഞ്ഞ, കർത്താവേ, ഐ ലവ് യു. പറയാനുള്ളതെല്ലാം പറഞ്ഞു. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. സർവ നന്മകളും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദീനവും പരനേ നന്ദിയാ. ഹല്ലേലൂയ. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവിൽ നിന്ന് കേൾക്കാൻ, ഇന്ന് കേട്ടത് ഓരോന്നും കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. എൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കറിയാം
ഇന്ന് ഈ അല്പസമയം നിശബ്ദമായിട്ട് ഇരുന്ന് കർത്താവിനോട് സംസാരിച്ചപ്പോൾ കർത്താവ് സംസാരിച്ചു എന്ന് പറയുന്ന അനേകരുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ഇന്ന് സ്വർഗീയ സമാധാനം കൊണ്ട് കർത്താവ് നിറച്ചൊരു ദിവസം, ഒരു പുതിയ പെർസ്പെക്റ്റീവ്, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് നന്ദി വന്നു. ഹൃദയത്തിൽ നിന്ന് കർത്താവിന് നന്ദി വന്നു. കർത്താവ് തന്ന ഇന്ന് സമയത്ത് എനിക്ക് തന്ന ഈ ഗ്രാൻഡഡ് പെർമിഷൻ, ഒരർഹതയില്ല, പക്ഷെ ഹി ഗ്രാൻഡഡ് യു. ഞാൻ പറഞ്ഞില്ല, മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ പക്ഷെ അവന്റെ മുമ്പിൽ സകലതും ഓപ്പൺ. ആ കർത്താവ് പറയാം, ആ കുറവോടുകൂടി തന്നെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഐ ലവ് യു. ആ യേശു ഏറ്റവും വലിയ, യേശുവാണല്ല, ആ സ്നേഹം ഏറ്റവും വലിയ, പിതാവിന്റെ സ്നേഹം ഏറ്റവും വലിയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സോ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ളവർ പറയാം. റിമിൻ എന്നെ രാവിലെ വിളിച്ചിരുന്നു. ഐ വാസ് സോ ബിസി ആൻഡ് ഐ സോ ദ ഫോൺ കോൾ വെരി ലേറ്റ്. ഞാൻ അതാണ് എനിക്ക് പിന്നെ തിരിച്ച്. റിമിൻ, ഹാപ്പി ബർത്ത്ഡേ. Thank you, uncle. എന്റെ ബർത്ത്ഡേ ബ്രദറെ. I really missed your call. Actually, I couldn't take it. Yeah, No, it's I okay. was driving and No, it's okay. so anyway, happy birthday. Rimin's birthday. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ എന്ന്? Yeah, brother, tomorrow Elab's first birthday. Oh, she's 1 year old. My goodness. Yes. എന്ത് പെട്ടെന്നാണ് സമയം പോകുന്നത്. Hello baby, 1 year. Oh. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? എന്റെ ബർത്ത്ഡേ ബ്രദറെ, വിക്രം ബ്രദറെ. എന്നിട്ടാണ് മിണ്ടാതിരുന്നേ. ആദ്യമേ പറയണ്ടേ. എന്താണ് വിക്രം ബ്രദറിന്റെ ബർത്ത്ഡേ? ഫെബ്രുവരി 2. Hallelujah. Thank you Jesus. ബർത്ത്ഡേ ആരുടെ? ആശ ജോർജിയാണ്. ആശ ഹാപ്പി ബർത്ത്ഡേ. Thank you. വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ പ്രാർത്ഥിക്കാം. Can you pray? Abba, Father, we thank you, Lord, for this wonderful day that you've given us as we gather once again in your precious name, Lord Jesus. We bless all those who are celebrating their birthdays this week, Lord Jesus, and we give them onto your hands, Lord. We command prosperity be upon them, Lord, and that you be with them every step of the way, guiding them and leading them towards your righteous path, Lord. In every aspect of their life, we give blessings onto them in their health, their financials, and their family life and everything, Lord. Bless them mightily, Lord, and use each and every one of them in their unique ways for your kingdom, Father. And let them be a blessing for this nation, Lord, and let this nation be a blessing for them, Father. And use them, Jesus Christ, for all your great deeds, Lord. And we command that let them be a blessing for others, and let others be a blessing for them, Jesus. And we give each and every one of them onto your hands, Lord. We bless Rimin, we bless Vikranko, we bless Ashanti, and we bless Lava as well, Lord Jesus. We give all these children into your hands, Lord, and use them once again for your kingdom. And we bless them greatly for this upcoming year, Lord. In the name of Jesus, amen. Amen. Hallelujah. Hallelujah. Happy birthday once again. എല്ലാവർക്കും. നമുക്ക് കർത്താവിന്റെ വേലയിലേക്ക് കൊടുക്കാം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിനി ബ്രദറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ സഭയെ ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, അങ്ങ് തന്നിരിക്കുന്ന കർത്താവ് ദാനത്തിൽ നിന്ന് കർത്താവ് ദൈവമേ, ഞങ്ങൾ കർത്താവ് സഭയിലേക്ക് തിരിച്ചു വിതയ്ക്കുന്ന കർത്താവ് ദൈവമേ, ഇത് കർത്താവ് അനേക ആത്മാക്കളെ കൊയ്യുവാൻ തക്കൊണ്ട് കർത്താവ് ദൈവവേലയിൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള തിരുവിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ദൈവമേ, ആർക്കെങ്കിലും കർത്താവ് പ്രയാസത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവ് ദൈവമേ, അങ്ങ് അവരുടെ ഹൃദയം അറിയുന്നില്ല കർത്താവ് ദൈവമേ, കർത്താവ് ഈ വരുന്ന ഈ അധികം താമസിക്കാതെ തന്നെ കർത്താവ് ദൈവം അവരെ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് കൃപയാക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ജീസസ്. കർത്താവ് ജീവനോടെ ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാതെ പോകുന്നത്
നമ്മുടെ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഓർക്കാതെ പോകുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഈ സാക്ഷ്യം ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. കാരണം നമുക്ക് യൂസ് ചെയ്യാമായിരുന്ന അല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ ഫേവർ എടുക്കാമായിരുന്ന പലതും നമ്മൾ മിസ് ചെയ്യുന്നത്, ആ ചാൻസസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും കൂടെയാണ് സാക്ഷ്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ റെഡിയാണ്? അങ്ങനെ നിങ്ങൾക്ക് മിസ്സായി എന്ന് പറയുന്ന ഒരു ചാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാധ്യത ആയിരിക്കാം പലപ്പോഴും സാക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് കടക്കാം. സീമ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്തു. മ്യൂട്ടാണേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. പ്രൈസ് ലോർഡ്. എല്ലാ മഹത്വന്റെ അപ്പന് ഒരിക്കൽ കൂടെ ആ ലൈൻ ഒന്ന് പാടണം. ഇന്നയോളം തൻ കരുത്താൽ എന്നെ താങ്ങിയ നാമമേ കർത്താവ്. ഞാൻ പറയുന്ന കഴിഞ്ഞ ആഴ്ചയിലെ കാര്യമാണ്. ഈ സാക്ഷ്യം കേട്ടിട്ട് എന്നെ ആരും വിളിച്ച് വഴക്കൊന്നും പറയരുത്. കഴിഞ്ഞ വെനസ്ഡേ എനിക്ക് ഇച്ചിരി ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു തണുപ്പിന്റെ ആണ്. അപ്പൊ അതൊന്ന് കൂടി നെഞ്ചില് നമുക്കൊരു 25-50 പൗണ്ട് എടുത്ത് വെച്ചുള്ള ഒരു വെയിറ്റും ഒരു വേദനയും, ശ്വസിക്കാൻ വയ്യ. അപ്പം തേഴ്സ്ഡേ ജോലിക്ക് പോയി തിരിച്ചു വന്നു. അപ്പൊ എനിക്കിവിടെ ബിനുവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ളേ. അപ്പം ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് കിടക്കുന്ന ആരുടെ അടുത്തായിരിക്കും വയ്യാത്തപ്പോ. അപ്പൊ ഞാൻ നേരെ ബാഗ് വെക്കും, കട്ടിലെ പോയി ഡ്രസ്സ് പോലും വരണം. ഞാൻ പറയാം അപ്പായ മടിയിലോട്ട് ഒന്ന് കിടക്കുക, എനിക്ക് വയ്യ. അങ്ങനെ ഈ വെയിറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനോ എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് സഫോക്കേഷൻ ആണോ, ലങ്സിന്റെ എന്തെങ്കിലും ആണോ അറിയത്തില്ല. അപ്പം തേഴ്സ്ഡേയും ജോലിക്ക് പോയി, വെനസ്ഡേയും തേഴ്സ്ഡേയും ജോലിക്ക് പോയി. സംഭവം ഇച്ചിരി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈഡേ ആയപ്പം, തേഴ്സ്ഡേ നൈറ്റ് ആയപ്പോ പറ്റുന്നില്ല ഒരു രീതിയിലും. അപ്പത്തേക്ക് ഞാൻ വീണ്ടും ഇതുപോലെ കർത്താവിനോട് പറഞ്ഞു കൈ ഒന്ന് നെറ്റിയിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരു 2 മണി ഒക്കെ ആയി തോന്നുന്നു. നോർമലി എനിക്ക് കണ്ടിന്യൂസ് ഉറക്കമില്ല. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെമ്പൈനൂന് അത് പറയും. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്റെ തല, നമ്മളൊക്കെ കൈ ഇങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് പെരുത്ത് കയറുന്ന ഒരു ഫീലിംഗ് വരത്തില്ലേ, അതുപോലെ എന്റെ തലയിൽ വന്നിട്ട് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു എന്റെ തല പെരുത്ത് കയറുന്ന എനിക്ക് എന്താണെന്നറിയില്ല. എന്നിട്ട് അതങ്ങ് ഒരു എയർ ഡ്രോ ചെയ്യുന്നതൊക്കെ പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി അപ്പം തലയെ കൈവച്ചതായിരിക്കും എന്ന് വെച്ചിട്ട് അതും കളഞ്ഞു. ഫ്രൈഡേ ആയപ്പോ ഒട്ടും വയ്യ. അപ്പൊ ഫ്രൈഡേ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യാന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് ഫ്രൈഡേ ഞാൻ വർക്ക് ഫ്രം ഹോമിലിരുന്ന് ബിനു പോയി. അപ്പത്തേക്ക് ശരിക്ക് ഹെവിനെസ് കൂടി, നല്ല പെയിൻ, ശ്വാസം എടുക്കാൻ വയ്യ. അപ്പൊ ചൂട് പിടിക്കുന്ന ഒരു ചെറിയ പാൻ എടുത്ത് ചൂടാക്കാന്ന് വെച്ചു മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പം പാൻ എടുക്കാൻ വയ്യ, വേദന നല്ല ഉണ്ട്, എന്താന്നും അറിയത്തുമില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പേടിയ. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ചൂടൊക്കെ പിടിച്ചു. ടൈലിനോൾ കഴിക്കുന്നുണ്ടായിരുന്നു. വെനസ്ഡേ മുതൽ ഈ പെയിനിന് വേണ്ടി 2 നേരവും ടൈലിനോൾ, തേഴ്സ്ഡേ കഴിച്ചു, ഫ്രൈഡേയും ടൈലിനോൾ കഴിച്ചു. അപ്പൊ കൃഷ്ണയുടെ ക്ലോസിംഗ് ഡേറ്റ് ആയിരുന്നു അപ്പൊ അന്ന് ഹൗസിന്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ ബിനു വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ കിടക്കാം, എനിക്ക് ട്രാവൽ ചെയ്യാൻ വയ്യ. അപ്പൊ ബിനു പറഞ്ഞു നീ പോകുന്നില്ല ഞാനും പോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാവണല്ലോ എന്ന് കരുതി ഞാൻ വരാന്ന് പറഞ്ഞു. പിന്നെയും കാറിൽ കയറി. അപ്പം ഞാൻ ആ പാട്ട് കംപ്ലീറ്റ്, കണ്ടാലോ ആളറിയില്ല, ആ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അത് മൊത്തം ഇട്ട് ആ പാട്ടും കേട്ട് അപ്പം മാറിട ആഴമായി മുറിഞ്ഞതും എന്നെ ആക്കുവാനല്ലയോ, അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ കാറിൽ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡില് ഒരു വാക്യൂം ക്ലീനർ ഇട്ട് ശരീരത്തിൽ പിടിച്ച മസിൽസ് ഒക്കെ അബ്സോർബ് ചെയ്യില്ല. എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ അറിയാവും. അതുപോലൊരു ഫീലിംഗ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് തീരെ പറ്റണില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്നു എങ്ങനെങ്കിലും ഒക്കെ പിടിച്ചു നിന്നു, കുഴപ്പമില്ലാതെ. നൈറ്റ് മോള് അവിടെ സാധനങ്ങളൊക്കെ എടുക്കുന്നു. അപ്പൊ ഇരിക്കാനൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് കിടക്കാനായിട്ട് തറയിൽ കാർപ്പറ്റ്, അപ്പൊ ഇങ്ങനെ വിരിച്ച് കിടക്കാൻ താഴോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൈ ഒന്നും താഴോട്ട് കുത്താൻ വേദന കൂടുതൽ. എന്നെ കിടക്കാൻ തല വെച്ചപ്പോഴത്തേക്ക് തല താഴോട്ട് പോകത്തില്ല, ഭയങ്കര വേദന. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ വേറെ പ്രശ്നമാണ്. ഒരു 3 പില്ലോ ഒക്കെ അഡീഷണൽ വെച്ചു. ഞാൻ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന കർത്താവിന്റെ കൈകളാണ് ഞാൻ പറയുന്നത്. കിടന്നിട്ട് ഞാൻ അന്നേരം ആ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത്തിരി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ രാവിലെയും വൈകിട്ടും ഒക്കെ പറയല അടിപ്പിണൊരാൾ സൗഖ്യമാണ്, എനിക്ക് അവകാശമായി തന്നിരിക്കുന്നതാണ്, സകല രോഗങ്ങളും എന്നിൽ നിന്ന് അകറ്റി, ഇതെല്ലാം പറയുന്ന ഞാനാ. എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസമാണ്. അപ്പൊ ഇതെല്ലാം പറയുന്ന എന്റെ ജീവിതത്തിൽ ഇത് കാര്യമായിട്ട് ഞാൻ പറയുന്ന വചനം നടക്കണം. അപ്പൊ ഞാൻ കർത്താവ് ഇത് പറ്റത്തില്ല. അപ്പൊ രാവിലെ എഴുന്നിട്ടിപ്പം ഇച്ചിരി ആശ്വാസമായിരുന്നു, ടൈലിനോളിന്റെ ആശ്വാസം. അപ്പൊ കൃഷ്ണ വന്ന് ദേഹത്ത് കൈവച്ച് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഈ കൂടാരത്തിൽ നിന്ന് ഞാൻ ശാസിച്ചു കളയുന്നു. അപ്പം ബ്രദർ പറഞ്ഞു, എനിക്ക് അവള് ബസ് കയറുന്നതിന് മുമ്പേ നമ്മൾ പട്ടിയെടുത്ത് പറയുന്ന എനിക്ക് പറഞ്ഞു, ഞാൻ അതിനു മുമ്പേ ഇങ്ങനെ സാധനം പോകുന്നുള്ള രീതിയിൽ കർത്താവ് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു എനിക്ക്. ഇപ്പൊ ഇന്ന് എന്നോടാണ് കംപ്ലീറ്റ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞു. എനിക്ക് സാറ്റർഡേ ഒരുവിധം ഓക്കെ ഞാൻ എഴുന്നേറ്റിരിക്കും, പക്ഷെ ഞാൻ മൂവ് ചെയ്തോറും എനിക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഈ അസ്വസ്ഥത കൂടുതലായിരുന്നു. അങ്ങനെ പ്രേയറിന് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെയായിരുന്നു ഞങ്ങൾ കൂടിയത്. അപ്പം എനിക്ക് അതിനു മുന്നേ എന്നോട് ഒരു പിടിവലി ഉള്ളില്, സാത്താന്റെ ഒരു പിടിവലി ഉണ്ടല്ലോ, ശരീരം പറയണ നീ പ്രേയർ അറ്റൻഡ് ചെയ്യണ്ട, നിനക്ക് വയ്യ, കിടക്ക. പക്ഷെ എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. പക്ഷെ എന്റെ ഇന്നർ മാൻ പറയുന്നു അല്ല, നീ പ്രാർത്ഥിക്കുക എന്നാ. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ട് എനിക്ക് പാടാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ടയേർഡായി. അപ്പൊ ഞാൻ സാധാരണ ഞാൻ എൻ്റെ അപ്പയെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ആരാധിക്കണം. അപ്പൊ അന്ന് ഞാൻ ആ കൗച്ചിൽ അങ്ങ് ഇരുന്നിട്ട് എനിക്ക് എണീക്കാനൊന്നും വയ്യ. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് അപ്പത്തേക്ക് സുനിൽ ബ്രദറിന്റെ മെസ്സേജ് തുടങ്ങി. അപ്പൊ ഞാൻ കൃഷ്ണയെടുത്ത് ചൂട് കാപ്പി ചോദിച്ചു. അവള് കാപ്പി തരുമ്പോ സുനിൽ ബ്രദർ അപ്പൊ തന്നെ പറയാ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, ആരൊക്കെ കാപ്പി കുടിച്ചിട്ടിരിക്കണം. അപ്പൊ ഞാൻ കർത്താവ് ഈ പരിപാടി അടക്കില്ല, എനിക്ക് വയ്യാഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്തു. സൺഡേ തിരിച്ചു വന്നു. അപ്പൊ സൺഡേ എനിക്ക് ഇച്ചിരി ഒരു റിലീഫ് പോലെ തോന്നി. ഞാൻ തിരിച്ചു പോന്നു. അപ്പൊ ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് തണുപ്പാണ്, ഒരു ശ്വാസം മുട്ട് വന്നെയാണ്. എനിക്ക് നല്ല പെയിൻ, ശ്വാസം വിടാൻ വയ്യ, ബ്രീത്ത് ചെയ്യാനും പാടുണ്ട്. മൺഡേ ഞാൻ ഓഫീസിൽ പോകുമ്പം ലാപ്ടോപ്പ് ബാഗുമായിട്ട് ഒരു 15 സ്റ്റേജ് കാണും കയറാൻ. 2-3 സ്റ്റെപ്പ് കയറിയപ്പം പ്രശ്നം കുറച്ച് രൂക്ഷമാണ്, കയറാൻ പറ്റണില്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും നിന്ന് കയറി. ആ കയറുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എന്റെ ഉള്ളില് ഞാൻ കാണുന്നത്, എനിക്കറിയാം ജയ്ബറിന് ഫസ്റ്റ് ടൈം വന്നപ്പോ ജയ്ബർ ഇങ്ങനെ പറഞ്ഞു സ്റ്റെപ്പ് കയറാൻ പാടായിരുന്നു, നിന്നാ കയറുന്ന ബാഗും ഉണ്ട്. അപ്പൊ സ്ട്രോളർ പോലത്തെ ബാഗ് വെച്ചാണ് പോകുന്നത്. അപ്പൊ അത് ആദ്യം വന്നു. അപ്പോഴാണ് ഞാൻ ആ സൈഡിലോട്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മേളിൽ കയറിയിട്ട് ഇങ്ങനെ പോയി ഇരുന്ന് എനിക്ക് ശ്വാസം വിടാൻ പോയി. അപ്പൊ എന്റെ ടേബിളിൽ കൈവച്ചിരുന്നപ്പം 2010 എന്റെ അച്ഛന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ബൈപ്പാസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അച്ഛൻ ഇതുപോലെ ഞാൻ സ്കൈപ്പിൽ ഇരിക്കുമ്പോൾ എന്റെ മുന്നേ ഇരുന്നിട്ട് ശ്വാസം വിടാൻ വയ്യ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 സീൻ ഉള്ളിൽ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ബിനുവിനെ വിളിച്ചു പറഞ്ഞു. ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വാക്കിനിൽ പോകാൻ ആവശ്യം. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാനഡയിൽ ഫാമിലി ഡോക്ടർ ഒന്നും ഇല്ല, കർത്താവാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എല്ലാം. അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു നെക്സ്റ്റ് വീക്ക് ബ്രാംപ്ടണിൽ പോകുമ്പോൾ നമുക്ക് വാക്കിനിൽ പോകാന്ന് പറഞ്ഞാണ് നമ്മളൊരു മൺഡേ എഗ്രിമെന്റ് ഇരുന്നത്. അപ്പൊ ഞാൻ 11 മണിയായപ്പോ ബിനുവിനെ വിളിച്ചു പറഞ്ഞു ഇല്ല ഇന്ന് തന്നെ വാക്കിനിൽ പോകണം, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ വാക്കിൻ ക്ലിനിക്കിൽ പോയി. ഇവിടെ ചെന്ന് പുള്ളി ആദ്യം ജസ്റ്റ് എല്ലാം നോക്കി, കുഴപ്പമില്ല, BP ഇച്ചിരി ഹൈ ആണ്. അപ്പം പുള്ളി എന്തൊക്കെയോ എഴുതിയിട്ട് പുള്ളി എന്തൊക്കെയോ ഹാർട്ടിനെ കുറിച്ചും എന്തോ വന്നോ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും കേൾക്കണില്ല, നമ്മൾ അന്യഭാഷയിൽ നിൽക്കുവാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു കംപ്ലീറ്റ് ചെക്കപ്പ് ആണ്. അപ്പൊ ഞങ്ങൾ ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളെ. അപ്പൊ പുള്ളി ബ്ലഡ് വർക്ക്, ചെസ്റ്റ് എക്സ്റേ, ECG, പിന്നെ സ്ട്രെസ് ടെസ്റ്റ്, ഇതേ ഞാൻ കേട്ടോളൂ. ഇത്രയും എഴുതി തന്നു, 3 പേപ്പറിൽ എഴുതി തന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ വണ്ടിയിൽ തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ വണ്ടി വെച്ചേ വീട്ടിനകത്ത് കൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ കയറി വന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ 1 മിനിറ്റ് പെട്ടെന്ന് ഇങ്ങനെ വന്നല്ല ഇനിയിപ്പോ ഇത് ചെയ്യാൻ പോണുള്ളൂ എന്നുള്ളൊരു ഇതിലിരുന്നു. അപ്പത്തേക്ക് വണ്ടി കയറുന്നതിന് മുമ്പേ തങ്കുപേറിന്റെ സൗണ്ട് എന്റെ ചെവിയിൽ ഇങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന്. അപ്പം അവനിലെ എല്ലാ അവയവങ്ങളും പുതിയത്. അപ്പൊ ഞാൻ ഉടനെ കാറി ചെന്നപ്പോ എന്നോട് പറയാം എന്റെ ഹാർട്ടിന് 6 വയസ്സായതേ ഉള്ളൂ, അതിനൊന്നും വരുത്തൊന്നുമില്ല, ഞാൻ കർത്താവിലായിട്ട് 6 വർഷം ആയതേ ഉള്ളൂ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഹിസ്റ്ററി ചോദിച്ചു. അപ്പൊ അച്ഛന് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അച്ഛന് ഒരു 60-65 ബൈപ്പാസ് ചെയ്തേ. അപ്പം അത് ചോദിച്ചപ്പോ ഇവർക്ക് ഇവിടെ അങ്ങനെയാണല്ലോ, അപ്പൊ പൊട്ടൻഷ്യൽ ചാൻസസ്. അപ്പൊ അത് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ കാറി ഇരുന്നിട്ട് ഞാൻ എന്റെ അപ്പനെ യേശു അല്ലേ, ഞാൻ എന്റെ അച്ഛനെ അപ്പാന്ന് വിളിക്കുന്ന യേശു, അപ്പൊ എന്റെ യേശുവിന് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ട്യൂസ്ഡേ ആയപ്പോ ഞാൻ ഇന്ന് എന്തായാലും ഒരു ടെസ്റ്റിനും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വെനസ്ഡേ ആയപ്പോഴത്തേക്ക് ഇവിടെ വാക്കിനായിട്ട് ആകെ വിൻസറിലുള്ളത് ECG മാത്രമേ ഉള്ളൂ. അവിടെ പോയപ്പോ ബിൽഡിംഗ് തന്നെ വിൻസർ ഹാർട്സ് എന്നാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോഴേ വിറയലൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ പോയി ECG എടുത്തു. അപ്പൊ അവര് പറഞ്ഞു ബാക്കി ടെസ്റ്റുകളൊക്കെ എടുക്കണോന്ന് പറഞ്ഞു. ബാക്കി എല്ലാ അപ്പോയിന്റ്മെന്റ് വിത്ത് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഞങ്ങൾ വെച്ച് വെനസ്ഡേ അപ്പോയിന്റ്മെന്റ് എടുത്ത ഫ്രൈഡേ ചെയ്യാലോ. അപ്പൊ വെനസ്ഡേ ഞങ്ങൾ പോയി ചെസ്റ്റ് എക്സ്റേക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു
ഇല്ല ഇപ്പൊ തന്നെ എക്സ്ട്രാ എടുത്തു തരാം. അപ്പൊ മൺഡേ മുതൽ ഞാൻ ബിന്നോട് പറഞ്ഞു ഇത് എനിക്ക് ശനിയാഴ്ചത്തെ സാക്ഷ്യത്തിന്, ഇത് സാക്ഷ്യത്തിന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സാക്ഷി ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഞാൻ ഈ പറയുന്ന ഓരോന്നും ഞാൻ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് എന്റെ സാക്ഷ്യത്തിനാണ്. അപ്പം അവര് അന്നേരം പറഞ്ഞു ചെസ്റ്റ് എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു. എടുത്തു. അപ്പൊ ഞാൻ റിപ്പോർട്ട് എന്ന് കിട്ടും മൺഡേ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് സാറ്റർഡേ സാക്ഷ്യത്തിനാന്ന് എന്നോട് വന്നു. അപ്പൊ തൊട്ടടുത്ത് കണ്ടത് ബ്ലഡ് ചെയ്യുന്ന ലാബായിരുന്നു. അപ്പൊ അവിടെ അപ്പോയിന്റ്മെന്റ് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറിച്ചപ്പോ അവർ പറഞ്ഞു ഇല്ല ഇപ്പൊ അങ്ങ് എടുത്തേക്കാൻ തന്നെ. അപ്പൊ അത് അത്രയും കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടും, എനിക്ക് സാറ്റർഡേ സാക്ഷ്യം പറയാനുള്ളതാണ്. അങ്ങനെ ഞങ്ങള് വന്നു. അപ്പം 2 പേപ്പർ അവർ തന്നായിരുന്നു, ഈ എക്കോയും സ്ട്രെസ്സും. ഞങ്ങൾ പേപ്പർ നോക്കാത്തോണ്ട് അറിയത്തില്ല. അപ്പം മാർച്ച് 24 മാർച്ച് 4 എന്നൊക്കെ ആയിരുന്നു. അത് ഞങ്ങൾ എത്തിയ ഉടനെ അവര് വിളിച്ചു പറഞ്ഞു ഒരു ക്യാൻസലേഷൻ വന്നു, ഫ്രൈഡേ എക്കോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് എക്കോ ഉണ്ടോന്ന്. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് അതുണ്ടോന്ന് പറഞ്ഞു എടുക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി ഫ്രൈഡേ ഞാൻ എടുക്കാൻ. അങ്ങനെ ഫ്രൈഡേയിൽ ഞങ്ങൾ എക്കോയ്ക്ക് പോയി. അപ്പം അന്നേരം നല്ല BP 155. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഞാൻ റിസർച്ച് ഒക്കെ ചെയ്ത് കാര്യമായിട്ട് പോയി. ഞാൻ കിടക്കുന്നതിന്റെ അവിടെ ഞാൻ എഴുന്നേക്കുന്ന ഫേസ് ചെയ്യുന്നിടത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അപ്പൊ ഞാൻ അതെന്നും കാണുന്നതാണ്. അപ്പൊ എനിക്ക് ഈ എക്കോയ്ക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫിയർഫുള്ളി. എന്നിട്ട് ഞാൻ ഈ എക്കോ കഴിഞ്ഞപ്പോ പുള്ളി അതൊരു വല്ലാതെ കാട്ടിന്റെ സൗണ്ടും എല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കർത്താവ് ചുമ്മാ അല്ല വചനം പറഞ്ഞിരിക്കുന്നത്, ഇത്രയും വലിയൊരു സാധനമാണല്ലോ ഞാൻ കൊണ്ടു നടക്കണേ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എഴുന്നേറ്റിട്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു എനിക്ക് നല്ല സ്ട്രോങ് പെർഫെക്റ്റ് ഹാർട്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു താങ്ക് ഗോഡ് ഇറ്റ്സ് വർക്കിംഗ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. നിങ്ങൾ തിരിച്ചിറങ്ങി അതെല്ലാം ഞങ്ങൾ അവിടെ കേട്ടതെല്ലാം അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി വന്നു. തിരിച്ചു വന്നിട്ട് സ്ട്രെസ് മൊത്തം വേണോനാണ്. കാര്യം എനിക്ക് അപ്പലിലൊക്കെ ഇരിക്കുമെങ്കിൽ നമ്മളെ വീട്ടിൽ കുസൃതി പിള്ളേരുണ്ടല്ലോ, ആ ടൈപ്പാണ് ഞാൻ. ഇതിന്റെ കൂടെ വേറെ കാര്യങ്ങളും പറയും. നാളെ ബിനു എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കാരണം ബിനുവിനായിരുന്നു സ്ട്രെസ് മൊത്തം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ബിനു പറഞ്ഞു തങ്കുവേറ് പറഞ്ഞില്ലേടി ബിരിയാണിയും കഴിച്ച് ജോലിയിൽ ഇറങ്ങിയപ്പോഴാണ്, ഇതും കഴിഞ്ഞിട്ട് ജോലിയിൽ ഇറങ്ങിയപ്പോ ബിരിയാണിയും കഴിച്ച് പുതച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് വാ നമുക്കൊരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് ഇന്ന് നമുക്ക് മനസ്സൊക്കെ റിലാക്സ് ചെയ്ത് എക്കോ ഒരു സൈഡിൽ കിടക്കും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു കോള് വരുന്നു, വാക്കിംഗ് ക്ലിനിക്കിൽ നിന്ന് വരുന്നു, ഡോക്ടറിന് സംസാരിക്കണം, അതുകൊണ്ട് സാറ്റർഡേ 9 to 3 ബെറ്റ്വീൻ അവൈലബിൾ ആണ്. അപ്പൊ കുറച്ചുകൂടെ ഡോക്ടർ ഒന്നും ഇല്ലെങ്കിൽ വിളിക്കൂല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്ന പറഞ്ഞു. അപ്പം എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അത് വീണ്ടും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. ബിരിയാണിയൊക്കെ മേടിച്ച് 2 കൂടെ കഴിച്ച് സുഖമായിട്ട് ഇതിലൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരുന്നു. അങ്ങനെ രാവിലെ അപ്പൊ ഞാൻ 9 മണിക്ക് തന്നെ കോള് വരുമെന്ന് ഞാൻ പറഞ്ഞു. കോള് വന്നു. എല്ലാ ബ്ലഡ് വർക്കും ഓക്കെ, എക്സ്റേ ഓക്കെ, എല്ലാം എവറിത്തിങ് ഓക്കെ ആണ്. പുള്ളി വിളിച്ചതെന്ന് പറഞ്ഞാൽ യൂറിനിൽ ഒരു WBC കണ്ട് വല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കൂടി ഇല്ലാത്തതുകൊണ്ട് കുടിക്കാൻ പറഞ്ഞു. ഇത്രയാണ്. അപ്പം അതിലുള്ള സാക്ഷ്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല കർത്താവ് എങ്ങനെയാ ഞങ്ങളെ കൊണ്ടുപോയത് ഈ ദിവസം. ഞാൻ ഇത്രയും ചിരിച്ച് തമാശ പോലെ പറയുകയാണെങ്കിലും മറ്റുള്ളവരെല്ലാരും കേൾക്കുമ്പോൾ അയ്യോ നിന്നോട് എക്കോ എടുക്കാൻ പറഞ്ഞു, നിന്നോട് ECG എടുക്കാം. ഞാൻ ആലോചിക്കുക ഇതിലൊക്കെ ഇത്രയും വലിയ അതിശയം എന്താണ്. അങ്ങനെ കർത്താവ് എന്താ പറയാനാ കരത്തിൽ താങ്ങി കൊണ്ട് നടക്കുക. നമ്മളെ അപ്പൻ അത്ര വിശ്വസ്തനാണ്. ഈ വചനമൊന്നും വെറുതെ പാഴായി പോകുന്ന കാര്യമല്ല. നമ്മുടെ വാ കൊണ്ട് നമ്മൾ ഡെയിലി പറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മേൽ വരുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ആരോഗ്യം ഇത് ഈ സമയത്ത് ഞാൻ കണ്ട മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മുടെ ആരോഗ്യമാണ്. ആ കിട്ടുന്ന ദാനം അപ്പം തരുന്ന കൃപ എന്ന് പറയുന്ന ഏറ്റവും വലുതാണെന്നും കർത്താവ് അത്ര പ്രഷ്യസ് ആയിട്ടാണ് നമ്മുടെ ഓരോ ഓർഗൻസ് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതെന്റെ വലിയ സാക്ഷി. എന്റെ എല്ലാ മഹത്വം എന്റെ അപ്പന്. അടുത്ത ഒരു സാക്ഷിയോടെ ഉണ്ട്. നമ്മുടെ അപ്പം വലിയ ആളാണ്. അടുത്ത സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനക്കയുടെ ക്ലാസ് എനിക്ക് മാൻഡേറ്ററി വേണം, എന്നാലേ എന്റെ കാര്യങ്ങൾ ശരിയായി പോകണമെങ്കിൽ എനിക്കൊരു ക്ലാസ് വേണം. അപ്പം ഡിസംബറിലെ ക്ലാസ് കൊടുത്തു. സെനക്കായ്ക്ക് പോയി പഠിപ്പിക്കാനാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പം ഇന്റർനാഷണൽ റെഗുലേറ്ററി അഫയേഴ്സ് എന്നുള്ള കോഴ്സാണ്. അപ്പൊ ഞാനത് കൊടുത്തു. ജനുവരി 14 ആയപ്പോ എനിക്ക് ഇമെയിൽ വന്നു സിമ അണ്ടർ എൻറോൾമെന്റ് ആണ്. അപ്പൊ അവർക്കൊരു റിക്വയർമെന്റ് ഉണ്ട്, ഇത്ര സ്റ്റുഡൻസ് വേണം. അപ്പൊ അണ്ടർ എൻറോൾമെന്റ് ആണ്, അതുകൊണ്ട് ക്ലാസ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ സാത്താൻ അർപ്പാനും മുടിപ്പാനും വരുന്നത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മളെ വായിൽ നിന്ന് കേൾക്കണം എന്താ കർത്താവേന്ന്. ഞാനൊരു കഴിഞ്ഞ വർഷം പോലെ അത് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു ചോദ്യം എന്റെ വായിൽ നിന്ന് വരത്തില്ല. മനസ്സിൽ വന്നപ്പോലും വാ കൊണ്ട് പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ക്ലാസ് തരാത്തില്ല, അപ്പൊ ഓഡിറ്റ് ഒക്കെ കിടക്കുന്ന ഞാൻ ബിസി ആവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഉള്ളിൽ ഒരു പ്രതീക്ഷ. ഇടയ്ക്ക് മുമ്പേ ഒരു സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് തുടങ്ങണതിന് ഒരു ദിവസം മുമ്പേ വിളിച്ച് എനിക്ക് അവര് ക്ലാസ് തന്നു വിത്ത് ലെസ് സ്റ്റുഡൻസ് എന്ന്. അപ്പൊ എനിക്ക് ആ സാക്ഷ്യത്തിന്റെ മേൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു സാക്ഷ്യം കൂടെ വരുമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞ ഇതിപ്പോ സാക്ഷിയായിട്ട് അപ്പൊ കഴിഞ്ഞ 18th തുടങ്ങേണ്ട ക്ലാസ്. അപ്പൊ അന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ആ സാക്ഷ്യമൊന്നും ആയില്ല, വന്നില്ല. അപ്പൊ ഞാൻ വയ്യാതെയും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഉണ്ട് ഇങ്ങനെ ഒരു വിഷമമൊക്കെ വരുമെന്ന് അപ്പക്കറിയാം, ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ തരാത്തെ എന്ന് തിങ്കളാഴ്ച പറയുമ്പോൾ തിങ്കളാഴ്ച എനിക്ക് കോള് വരുന്നു അത്യാവശ്യമായിട്ട് വിളിക്കാൻ. അപ്പോടെക്സിന്റെ 32 സ്റ്റുഡൻസിന്റെ ക്ലാസ് ഇൻസ്ട്രക്ടർ ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ട് ഷീ റിസൈൻഡ്. അപ്പം എവിടെ അണ്ടർ എൻറോൾമെന്റ് എന്ന് പറഞ്ഞു, 12 പിള്ളേർ തികയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ 32 സ്റ്റുഡൻസ്, ഇന്ത്യയിൽ നിന്ന് 10 ഇവിടെയുള്ള സ്റ്റുഡൻസിനെയും കൂടെ പഠിപ്പിക്കാനായിട്ട് ആ ക്ലാസ് അസൈൻ ചെയ്ത് തന്നു. അങ്ങനെ കഴിഞ്ഞ തേഴ്സ്ഡേ ഈ ബഹളങ്ങളൊക്കെ ഇപ്പൊ ഈ തേഴ്സ്ഡേയിൽ നടക്കുമ്പോൾ ഞാൻ ക്ലാസ് ഒക്കെ എടുത്ത് സുഖമായിട്ട് പഠിപ്പിച്ച് കർത്താവിലായിരുന്നു. അപ്പോൾ നമ്മൾ പറയല്ല, കർത്താവ് എന്തെങ്കിലും മുന്നിൽ വരുന്നുണ്ടോ, ഞാൻ പഠിച്ച കാര്യമാണ് എന്റെ ജീവിതത്തിൽ എന്റെ സാക്ഷ്യങ്ങളുടെ മേലെന്ന് ഞാൻ പറയുവാണ്. എന്തെങ്കിലും വരുമ്പോ ഞാൻ ആദ്യമേ പറയും ഇതെനിക്ക് സാക്ഷ്യത്തിനാണ്. ഈ ഇപ്പൊ എന്റെ അസുഖത്തിനുള്ള ബലമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തൊണ്ടയിൽ ഒരു മുഴ ഒരിക്കൽ ഉണ്ടായിരുന്നു 2018. അതുകൊണ്ട് കാണിച്ചപ്പോ എന്നോട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ സാറ്റർഡേ എനിക്ക് സാക്ഷ്യം പറയണോന്ന് പറഞ്ഞു. പുള്ളി നന്നായിട്ട് അവിടെ ആ ഷേപ്പ് ഒക്കെ നോക്കി സ്കാൻ ചെയ്തതാണ്. പക്ഷെ ഞാൻ സാറ്റർഡേ ചർച്ചിന് പോണതിന് മുമ്പേ ഓൺ ദ വേയിൽ എനിക്ക് ഡോക്ടറോട് നിന്ന് കോൾ വരുന്നു, റിസൾട്ട് എല്ലാം ഓക്കെയാണ്, അവിടെ മുഴയൊന്നും ഇല്ല, കാണാനില്ല. അപ്പൊ ആ സാക്ഷ്യം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വരുമ്പോഴും ഞാൻ പറയായിരുന്നു, മൺഡേ ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയും ഇതെന്റെ സാറ്റർഡേയിലെ സാക്ഷ്യമാണ്, എനിക്ക് റിസൾട്ട് എല്ലാം അപ്പൊ വരും, എനിക്കത് കിട്ടുമെന്ന്. അങ്ങനെ എന്താ പറയണേ, കർത്താവ് വലിയവൻ, എല്ലാ മഹത്വം എന്റെ അപ്പനെ അത്ര കരുതിയാ നമ്മളെ കൊണ്ടു നടക്കുന്നേന്നുള്ളത്. Hallelujah. Thank you, Jesus. കർത്താവ് നമ്മളെ ഈ സ്കാനിങ്ങിനോ ഈ എക്കോയ്ക്കൊക്കെ വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ചു തരികയാണ്. വാസ്തവത്തിൽ ഈ എക്കോ എടുത്തവർക്കറിയാം. ഇന്ന് ഞാൻ ഈ സാക്ഷി ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറയായിരുന്നു, ഈ എക്കോ എടുക്കുന്ന സമയത്ത് ഈ ആംപ്ലിഫൈ ചെയ്തതിന്റെ സൗണ്ട് കേൾപ്പിക്കും. നമ്മുടെ ഈ വാൽവ് ഓപ്പൺ ആവുന്ന ക്ലോസ് ആവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രംസ് വായിക്കുമ്പോൾ അതിന്റെ ഈ വലിയ ഡ്രമ്മിലിട്ട് അടിക്കുന്നത് അത്രയും ഫോഴ്സിലാണ് അടിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നും, പലപ്പോഴും എനിക്ക് ക്ഷീണമെന്നൊക്കെ പറയുമ്പോൾ എന്ത് പവർഫുൾ ആയിട്ട് അകത്തിരിക്കുന്ന ഹാർട്ട് അടിക്കുന്നതെന്ന് അറിയാം. നമ്മളാ പലപ്പോഴും ക്ഷീണമെന്നൊക്കെ പറയുന്നത്. ഈ ഹാർട്ടിന് ഒരു ക്ഷീണവും ഇല്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അതങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ആ എനർജി എങ്കിലും നമുക്കൊന്ന് വരട്ടെ. ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. അവന്റെ ജീവൻ ഇതിനകത്തിരിക്കുന്നത്. ആ ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായിട്ട്, ഒന്ന് പറഞ്ഞേ, ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ ഈ അകത്തിരിക്കുന്ന ഹാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന ലൈഫ്, അതെന്താ കർത്താവ് നമുക്ക് തന്നതാ. അവന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ശ്വാസം ഒന്നോർത്ത് വയ്ക്കുക. ആ ഒരു ശ്വാസത്തിന്റെ ആ ഒരു അംശം എവിടെ നിന്ന് എവിടം വരെ വന്നതാ. അതെന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എന്നിൽ ഈ ഹാർട്ട് ഇത്ര ഇടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എത്ര പവർഫുൾ ആയിട്ട്, എന്റെ ഇന്നർ മാൻ എത്ര സ്ട്രോങ് ആയിരിക്കും. എന്റെ ഫ്ലഷ് അത്രയും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ ഇന്നർ മാൻ എത്ര സ്ട്രോങ് ആ. ഒന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയം തന്നെ പ്രാപിക്കും. യേശു എന്റെ ഉള്ളിൽ, യേശു ജീവനോടെ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ പരിവർത്തിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തിൽ. ഒന്ന് പറഞ്ഞു, എന്റെ ആരോഗ്യം എന്റെ കർത്താവിന്റെ ദാനമാണ്. കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് അതെന്റെ അവകാശമാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങൾ കർത്താവ് ഇനി ചെയ്യും. സന്തോഷമായിട്ടിരിക്കുക. കർത്താവിന് എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് തങ്കപ്രദം തോമസ് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവെ, ഞങ്ങളുടെ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ മനസ്സോടെ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കും. കർത്താവെ, നിന്റെ വേലയിൽ അവരായിരിക്കുമ്പോൾ വെളിപ്പാടുകളാൽ നിറയ്ക്കണം. വചനത്തിന്റെ മർമ്മങ്ങൾ തുറന്നു കൊടുക്കണം. ശുശ്രൂഷിക്കുന്നിടത്ത് കർത്താവ് നിന്റെ അത്ഭുതങ്ങളാൽ നിറയ്ക്കണം. ശക്തമായി നീ ഉപയോഗിക്കപ്പെടുവാൻ, ലോകരാജ്യങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ എൻ്റെ മക്കളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവ് ഇടയന്മാരായി അവരെ തന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുക. എല്ലാ മേഖലകളെ അനുഗ്രഹിക്കും. കുടുംബമായി അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവർ ഒന്നിച്ച് ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവ് ഒരു മകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവെ, ആ ജീവിത പങ്കാളി കൂടെ ഇല്ലെങ്കിൽ ഒരിക്കലും ശുശ്രൂഷ പൂർണ്ണമായി വെളിപ്പെടത്തില്ല. കർത്താവെ, ഞങ്ങൾ അനിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തോമസ് കുട്ടിബറിനെ അനുഗ്രഹിക്കുന്നു. അനിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു മനസ്സോടെ കുടുംബമായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ സ്റ്റേജിൽ അവരെ ഓരോരുത്തരെ കാണുന്നുള്ളെങ്കിൽ അവരുടെ പുറകിൽ നിൽക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുക. കർത്താവ്, ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കുന്നു, മക്കളെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ എല്ലാ നിറവിനാലും നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.
കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതിനായ സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്ന് താഴേക്കുള്ളതെ നോക്കുന്നു. ഇരിക്കുന്ന ലെവലിൽ ഇരുന്ന് ഞാൻ ചിന്തിക്കും, പ്രവർത്തിക്കും, സംസാരിക്കും. എല്ലാം എൻ്റെ ഇമാജിനേഷൻ എല്ലാം ആ ലെവലിൽ മാത്രമേ ഞാൻ നടത്തത്തുള്ളൂ. താങ്ക് യു ജീസസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.